ഇന്ന് ഒരു പ്രത്യേകമായ ഒരു വേദപുസ്തകത്തിലെ ഒരു സംഭവം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്റ്റോറിയാണ് സക്കായിയുടെ മാനസാന്തരം. അപ്പോൾ ഈ സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ സക്കായിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ സക്കായിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ചുങ്കക്കാരൻ സക്കായി, ആളിൽ കുറിയ സക്കായി, അങ്ങനെ നമുക്ക് ഉണ്ടല്ലോ, പാട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ സക്കായിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം ചിന്തിച്ചിരുന്നത്, പിന്നെ നോക്കിയും കണ്ടുമൊക്കെ ആണ് പിന്നെ മനസ്സിലാകുന്നത്, ഞാൻ ചിന്തിച്ചത് ഇങ്ങനൊരു പുറജാതിക്കാരനാണെന്ന്. യഹൂദനാണെന്നുള്ളൊരു ചിന്ത എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒന്നും മനസ്സിൽ കയറിയില്ല. അതുകൊണ്ട് പലപ്പോഴും സക്കായിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതൊക്കെ പുറത്താണ്. സക്കായിയെക്കുറിച്ച് സാധാരണ സഭാ യോഗത്തിനോ സഭയിലോ ഒന്നും നമ്മളങ്ങനെ പ്രസംഗിക്കേണ്ട, നമ്മൾ ഈ കഥയൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മാനസാന്തര കഥയുടെ ആ പ്രത്യേകത. എന്നാൽ ഞാൻ സക്കായിയെക്കുറിച്ച് പിന്നീട് പഠിച്ചപ്പോൾ, ചുങ്കക്കാരെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവർ യഹൂദന്മാർ തന്നെയാണ്, അല്ലാതെ ഇവർ വിജാതീയരായ ആളുകളല്ല. ഇപ്പോൾ നമ്മൾ സക്കായിയുടെ ചരിത്രം നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം. കാര്യം ഈ മെസ്സേജിന് അത് ആവശ്യമാണല്ലോ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സക്കായിയെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഇവനും അബ്രഹാമിൻ്റെ സന്തതി. അത് ട്രഡീഷണലായിട്ട് അങ്ങനെയാണ്. എന്നാൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സക്കായിയുടെ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന്. ഇനി അല്ലാതെ ആലോചിച്ച് നോക്കിയാലും ഇപ്പോൾ അവൻ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയായി മാനസാന്തരപ്പെട്ടപ്പോൾ. പക്ഷേ അല്ലാത്ത സമയത്ത് തന്നെ അവൻ എന്താണ്? ഹി വാസ് എ ജ്യൂ. അവനൊരു യഹൂദനായിരുന്നു, ഒരു പാരമ്പര്യമുള്ള യഹൂദൻ. പിന്നെ അവൻ്റെ ജോലി എന്തായിരുന്നു? ചുങ്കം പിടിക്കുക എന്നുള്ളതായിരുന്നു പ്രൊഫഷൻ. അത്രയേ ഉള്ളൂ. ഈ ചുങ്കം പിടിവ് എന്ന് പറയുന്ന ജോലിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അവരെ ചുങ്കം പിടിക്കുന്നത് യഹൂദന്മാരോട് തന്നെയാണ്. ആരാ പിടിക്കുന്നത്? യഹൂദൻ. അപ്പോൾ യഹൂദനോട് ചുങ്കം പിടിക്കുന്നു. ആർക്ക് വേണ്ടി പിടിക്കുന്നു? റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇവർ നാച്ചുറലി വെറുക്കപ്പെട്ടവരായി പോകുന്നതാണ് നമ്മൾ പൊതുവെ കാണുന്നതായ ഒരു കാര്യം. അതായത് സ്വജാതിക്കാരോട് മറ്റ് വിജാതിയർക്ക് വേണ്ടി ചുങ്കം പിടിക്കുന്ന, ജോലി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, അത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ചുങ്കക്കാരെന്ന് പറയുമ്പോൾ വിജാതീയൻ എന്ന നിലയിൽ നമ്മൾ പെട്ടെന്ന് കാണുകയാണ്. പക്ഷെ സക്കായി ഒരു വിജാതീയനല്ല, അവനൊരു യഹൂദനാണ്. സക്കായി മാത്രമല്ല, ഓൾമോസ്റ്റ് ചുങ്കക്കാരെല്ലാവരും, പ്രത്യേകിച്ച് യെരുശലേമിലെ ചുങ്കം പിടിവുകാർ, ഇസ്രായേലിലെ ചുങ്കം പിടിവുകാർ, അവരെല്ലാവരും യഹൂദന്മാരാണ്, ബേസിക്കലി യഹൂദന്മാരാണ്. റോമ ഗവൺമെൻറ് യഹൂദന്മാരെ തന്നെയാണ് ഈ ജോലിക്ക് വേണ്ടി മിക്കവാറും അപ്പോയിൻ്റ് ചെയ്തത്. അല്ലാതെ ആരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ്ലി ചുങ്കം പിടിക്കുന്ന ജോലി ആരെ ഏൽപ്പിച്ചിരുന്നത്? യഹൂദന്മാരായ ആളുകളെ തന്നെയാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ പോയി എന്ന് പറഞ്ഞ് 10-ാമത്തെ വാക്യത്തിൽ 2 മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. നോക്ക്, അപ്പോൾ ഈ ചുങ്കക്കാരൻ എവിടെ പോകുന്നുണ്ട്? പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. സാധാരണ രീതിയിൽ വിജാതീയനാണെങ്കിൽ ജാതികളുടെ പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. ഇതല്ല, പള്ളിക്കകത്ത് നിൽക്കുക. എവിടെ നിൽക്കുന്നത്? പരീശൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? അവൻ പള്ളിയിൽ പോകുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ചുങ്കം പിടിക്കുന്നവനാണെന്നുള്ള ഒരു പ്രത്യേകതയല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഞാനിത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ചുങ്കക്കാരും നമ്മളുമായിട്ട് ഈ പറയുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളും എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവനെക്കുറിച്ച്
കർത്താവ് പറയുമ്പോൾ 19-ാം അധ്യായത്തിൽ ഈ ചുങ്കക്കാരനായ സക്കായിയെക്കുറിച്ച് പറയുമ്പോൾ ഇവനും ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം, കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ ഇവൻ പള്ളിയിൽ പോകുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്, പക്ഷേ കാണാതെ പോയവരുടെ കൂട്ടത്തിലാണ് ഇവനെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് വായിച്ചപ്പോൾ ചിന്തിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വിജാതീയർ കാണാതെ പോയവരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ പള്ളിയിൽ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ചുങ്കക്കാരനും എങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടവനാകാം? കാണാതെ പോയവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാകാം. അപ്പോൾ ഇതൊക്കെ നമുക്കും, അല്ലെങ്കിൽ ഒരു പരിധിവരെ ക്രിസ്തീയ സമൂഹത്തിൽ ജനിച്ചവരും വളർന്നവരും, ഇനി നമ്മൾ പറയുന്ന വിശ്വാസ സമൂഹത്തിൽ ജനിച്ചവരും വളർന്നവരുമാണെങ്കിൽ പോലും ഈ ചുങ്കക്കാരനെ പോലെ, സക്കായിയെ പോലെ അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കാണാതെ പോയവർ എന്ന കാറ്റഗറിയിൽ പെടുന്നവരായി പോയേക്കാം. അപ്പോൾ അങ്ങനെ കാണാതെ പോയവരെ നമ്മൾ ഇനി എവിടെ മാത്രം തിരഞ്ഞാൽ പോരാ, വിജാതീയരെ മാത്രം തിരഞ്ഞാൽ പോരാ. കാണാതെ പോയവർ ചിലപ്പോൾ പള്ളിയിൽ പോകുന്നവരും പാട്ട് പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കാണാതെ പോയവരുടെ ഗണത്തിൽപ്പെട്ടേക്കാം. പണ്ടൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു രക്ഷ ആവശ്യമുള്ളതെല്ലാം വിജാതീയർക്കാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സമുദായക്കാർക്ക്. നമുക്കോരോ പേരൊക്കെ ഉണ്ടല്ലോ, സമുദായക്കാർ ഇല്ലേ, അവർക്ക് വേണം രക്ഷ. നമുക്കോ ഇപ്പോൾ വന്ന് എൻ്റെ നോട്ടത്തിൽ ഈ രക്ഷ ഈ പറയുന്ന വേർപെട്ട സമൂഹത്തിൽപ്പെട്ടവർക്കും അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം വേർപെട്ട സമൂഹത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത പല ആളുകളും ഇന്ന് കാണാതെ പോയവരുടെ കാറ്റഗറിയിൽ പെട്ടുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ജനനം ആവശ്യമായിരിക്കുന്നത് വിജാതിയർക്ക് മാത്രമല്ല, സമുദായക്കാർക്ക് മാത്രമല്ല, ഒരു പരിധിവരെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ, നമ്മളിൽ തന്നെ പലർക്കും, അല്ലെങ്കിൽ ആരാധിക്കാൻ വരുന്നവരിൽ തന്നെ പലർക്കും വീണ്ടും ജനനം അനിവാര്യമാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ആരെയാണ് റീച്ച് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ അടുത്തായി സുവിശേഷമായിട്ട് പോകണമെന്ന് നമ്മൾ പെട്ടെന്ന് പറയുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ, വേലയെല്ലാം അങ്ങ് വടക്കേ ഇന്ത്യയിലെന്ന് പറയും ഇല്ലേ. വടക്കേ ഇന്ത്യ വേലയുണ്ട് ഇല്ലെന്നല്ല. പിന്നെ നമ്മൾ പറഞ്ഞു വടക്കേ ഇന്ത്യയിലല്ല, ഇവിടെയും വിജാതീയരായ ആളുകളുണ്ട്. പിന്നെ വിജാതീയരായ ആളുകൾ മാത്രമല്ല, സമുദായക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ റീച്ച് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളറിയാത്ത ഒരു ഗ്രൂപ്പിനെ കൂടെ റീച്ച് ചെയ്താലേ പറ്റുള്ളൂ. എന്താണെന്നറിയാമോ? വിശ്വാസികളെന്ന് പേരുള്ളവരായ വേർപെട്ട സമൂഹങ്ങളിൽ പോലും ജനിച്ചു വളർന്ന വീണ്ടെടുക്കപ്പെട്ട അവരല്ലാത്ത അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ റീച്ച് ചെയ്യേണ്ട ആളുകളുടെ ആ വ്യാപ്തി വളരെ വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായ കാര്യം. കാരണം വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവൻ വീണ്ടും ജനിച്ചവനാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ലെന്ന്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൊച്ചുമക്കളെന്നാണ് പലപ്പോഴും. ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ ദാസിയുടെ മകനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ദാസിയുടെ മകനും ദാസനാകണം. ഇല്ലെങ്കിൽ ദാസിയുടെ മകനായി ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് നേരെ അങ്ങ് സ്വർഗത്തിൽ പൊക്കോളുമെന്ന് ആരും ചിന്തിക്കേണ്ട എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ച ഈ ചുങ്കക്കാരനായ സക്കായിക്കും വീണ്ടെടുപ്പ് അനിവാര്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും കൂടെ റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അവരെയും കൂടെ കണ്ടെത്തി അവരോടും സുവിശേഷം പറയുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് വിജാതീയരോട് മാത്രമല്ല, സമുദായക്കാരോട് മാത്രമല്ല, വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ച വീണ്ടും ജനിക്കാത്ത ആളുകൾ, അവരെയും കൂടെ ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. കാര്യം അവരും രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ മാനസാന്തര സന്ദേശം സഭയ്ക്കുള്ളിലും വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സാധാരണ രീതിയിൽ നമ്മൾ മാനസാന്തര സന്ദേശം എന്നാ പറയുന്നത് എവിടെയാണ്? പുറത്ത് പരസ്യയോഗത്തിന് അല്ലെങ്കിൽ കൺവെൻഷന്. അത് പറഞ്ഞു, അത് പറയണം തീർച്ചയായിട്ടും. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ മാനസാന്തര സന്ദേശം നമ്മുടെ സഭകളിലും അനിവാര്യമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം കാണുന്നത് 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, അപ്പോൾ യേശു ഇപ്പോൾ എതിരെയാണ് നടന്നു പോകുന്നത്.
എരിഹോവിൽ കൂടെ കടന്നു പോകുകയാണ്. എരിഹോവിൽ യേശു പോയി. സാധാരണ രീതിയിൽ എരിഹോ എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട പട്ടണമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, ശരിക്കും പഴയ നിയമ കാലയളവിൽ, പ്രത്യേകിച്ച് യോശുവയുടെ കാലയളവിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യോശുവ ഈ പട്ടണത്തെ ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, ആ കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകുമെന്ന് പറഞ്ഞു. വലിയൊരു ശാപം. ആ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ അടിസ്ഥാനപരമായി ശപിക്കപ്പെട്ട ഒരു പട്ടണം എന്ന നിലയിലാണ് എരിഹോ അറിയപ്പെട്ടിരുന്നത്. ഈ യോശുവയുടെ ശാപം ഫലവത്താകുന്നതാണ് ഒരുത്തൻ പട്ടണം പണിയാൻ പരിശ്രമിച്ചപ്പോൾ അവിടെ കാണുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ്റെ കാലത്ത് ബഥേല്യനായ ഹീയേൽ എരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. അപ്പോൾ യോശുവയുടെ ശാപം അത് നിലനിൽക്കുകയും അത് പ്രാവർത്തികമാകുകയും ചെയ്യുന്നതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശപിക്കപ്പെട്ടതായ ഒരു പട്ടണം. എന്നാൽ യേശു ശപിക്കപ്പെട്ട പട്ടണത്തെ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം. നമ്മുടെയൊക്കെ ടെൻഡൻസി അതിനെ ഒഴിവാക്കാനാണ്, ശപിക്കപ്പെട്ടതിനെ ഒഴിവാക്കാനാണ് നമ്മുടെ ടെൻഡൻസി. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ഒരിക്കലും ശപിക്കപ്പെട്ടതിനെയോ അതുപോലെയുള്ള ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. കാരണം രക്ഷ എല്ലാവർക്കും ഒരുപോലെ അനിവാര്യമാണ് എന്നുള്ളത് കർത്താവ് മനസ്സിലാക്കിയിരുന്നു. പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒന്നിനെയും ശാപത്തോടെ മാറ്റി നിർത്താനോ കണ്ടം ചെയ്യാനോ അങ്ങനെ കർത്താവ് ആഗ്രഹിച്ചില്ല. അവിടുന്ന് എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് ഗലീലയ്ക്ക് പോകുമ്പോൾ അതിനിടയിലാണ് ശമരിയ പട്ടണം വരുന്നത്. പക്ഷേ ശമരിയ പട്ടണം വരുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം കിലോമീറ്ററുകൾ കൂടുതൽ സഞ്ചരിച്ച്, അതായത് യോർദാൻ നദി ക്രോസ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് പിന്നെയും യോർദാൻ നദി ക്രോസ് ചെയ്തില്ല ശരിക്കും ഗലീലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. കാര്യം ഈ ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുന്നത് തന്നെ ശാപമാണെന്ന് ചിന്തിച്ചവരായ ആളുകൾ. എന്നാൽ യേശു ആ ശമരിയ പട്ടണത്തിൽ കൂടെ കടന്നുപോയി എന്ന് തന്നെയല്ല, ശമരിയക്കാരിയായ ഒരു സ്ത്രീക്ക് സുവിശേഷത്തിൻ്റെ സന്ദേശം കൊടുക്കുകയും അവൾ രക്ഷിക്കപ്പെടുകയും അവൾ മുഖേന ആ ഗ്രാമത്തിലുള്ള മിക്കവാറുമുള്ള ആളുകളൊക്കെ, ധാരാളം ആളുകൾ ആ പട്ടണത്തിൽ കർത്താവിനെ അംഗീകരിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നത്. കർത്താവ് ശമരിയ പട്ടണത്തെ ഒഴിവാക്കിയില്ല, ശമരിയക്കാരി സ്ത്രീയെയും ഒഴിവാക്കിയില്ല. ഇവിടെ യേശു നമ്മൾ കാണുന്ന ഈ യെരിഹോ പട്ടണത്തെ കർത്താവ് ഒഴിവാക്കുന്നില്ല. കാരണം അവർക്കും യേശുവിനെ വേണം. ഈ യെരിഹോ പട്ടണത്തിൽ താമസിക്കുന്നവർക്കും യേശുവിനെ വേണം. സമൂഹത്തിലെ എല്ലാത്തരം ആളുകൾക്കും യേശുവിനെ വേണം. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രമല്ല യേശു വന്നതും. അങ്ങനെ യേശു ഒരിക്കലും ചില ആളുകളെ ഒഴിവാക്കിയുമില്ല. ഹി വാസ് നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ഫോർ പീപ്പിൾ ഓഫ് ഹൈ എൻഡ്, നോട്ട് ജസ്റ്റ് പീപ്പിൾ ഹു ആർ മോറലി അപ്രൈറ്റ്, ധാർമ്മികമായി ഒരുമാതിരി പേരൊക്കെയുള്ള ആളുകളുടെ കാര്യം മാത്രമൊന്നുമല്ല യേശു നോക്കിയത്. യേശു എല്ലാവരെയും, എങ്ങനെയുള്ള ആളുകൾ, കഷ്ടത്തിലിരിക്കുന്ന ആളുകൾ, പ്രയാസത്തിലിരിക്കുന്ന ആളുകൾ, പാപികളായ ആളുകൾ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ് അവനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത്. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. അവരെ ഒഴിവാക്കിയില്ല. തന്നെയല്ല, ശപിക്കപ്പെട്ടവരെന്ന് മുദ്ര കുത്തപ്പെട്ടവരായ ആളുകളെപ്പോലും യേശു ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, നമ്മളും ഇതേപോലെ തന്നെ ശപിക്കപ്പെട്ടവരെ പോലും ഒഴിവാക്കുന്നവരാകാൻ പാടില്ല. കാര്യം നമ്മുടെ ചുമതല നരകത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. D.L. മൂഡിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. D.L. മൂഡി പറഞ്ഞത്, ദൈവം എനിക്കൊരു ലൈഫ് ബോട്ട് തന്നിട്ടുണ്ട്, എൻ്റെ ചുമതല എന്താണ്? നാശത്തിലേക്ക് പോകുന്ന
മുങ്ങിക്കൊണ്ടിരിക്കുന്ന എത്രയും ആളുകളെ ദൈവത്തിൻ്റെ ഈ ലൈഫ് ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം എനിക്ക് തന്ന ചുമതല. ഇന്നും പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല എന്താണെന്നറിയാമോ? ഒരു ലൈഫ് ബോട്ടുമായിട്ട് ഇറങ്ങുക. എത്രയോ പേര് മുങ്ങി താഴുകൊണ്ടിരിക്കുകയാണ്, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ മുങ്ങി താഴുന്ന ആളുകളെ എങ്ങനെയും വലിച്ച് ഈ ലൈഫ് ബോട്ടിൽ കയറി അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ദൈവം നൽകുന്നതായ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ലവരെ മാത്രം രക്ഷിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. തകർച്ചയിൽ പോകുന്ന ആളുകൾ, അവരെയൊക്കെ വീണ്ടെടുക്കുവാനായിട്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്യം അവിടെ പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. നമുക്കുള്ള ചുമതല അതാണ്. മരണത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കാനാണ്, കൊലയ്ക്കായി വിറച്ചുകൊണ്ട് പോകുന്നവരെ വിടുവിക്കുവാനാണ്. കർത്താവ് അങ്ങനെ ഒരു വലിയ ദൗത്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഏറ്റവും നല്ല ആളുകളെ മാത്രം നോക്കി നടക്കാനോ അവരെ വീണ്ടെടുക്കാനോ മാത്രമല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വരുന്നെങ്കിൽ വന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എങ്ങനെയുള്ള ആൾ വന്നാലും വരുന്നവൻ ഇതുപോലെ കൊലയ്ക്കായി കൊണ്ടുപോകപ്പെട്ടവനാണ്. നമ്മൾ നോക്കുമ്പം അപ്രൈറ്റ് ആയിരിക്കും, പൊസിഷനുള്ള ആളുകളായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ ഉള്ളൂ: പാപികളായ ആളുകളും വീണ്ടെടുക്കപ്പെട്ടവരായ ആളുകളും. പാപികളായ ആളുകളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് മതവും യേശുവും തമ്മിലുള്ള വ്യത്യാസം. മതം എപ്പോഴും കണ്ടം ചെയ്യുന്നു, റിലീജിയൻ കണ്ടംസ്. എന്നാൽ യേശു എപ്പോഴും കൺസോൾ ചെയ്യുന്നു. അതാണ് വ്യത്യാസം. മതം എപ്പോഴും ആളുകളെ കണ്ടം ചെയ്യുകയാണ്, നീ രക്ഷപ്പെടത്തില്ല, നീ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നു. എന്നാൽ യേശു അങ്ങനല്ല, അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നു. അവരോടുള്ള ആ യഹൂദ മതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പാപി, ചുങ്കക്കാരും പാപികളും ഒരുമിച്ചാണ് പറയുന്നത്. ചുങ്കക്കാരും വേശ്യകളും എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ഈ ചുങ്കക്കാരെല്ലാം വളരെ മോശപ്പെട്ട ജീവിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആകപ്പാടെ അവരുടെ പ്രൊഫഷൻ്റെ കാര്യത്തിലാണ് അല്പം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവർ വെറുക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ അധർമ്മ പ്രവൃത്തികൾ കൊണ്ടല്ല അവർ വെറുക്കപ്പെട്ടത്. അവരെല്ലാം അധർമ്മികളും വ്യഭിചാരികളും കൊലപാതകന്മാരും ഒന്നും ആയതുകൊണ്ടൊന്നുമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, പലപ്പോഴും അവരുടെ പ്രൊഫഷൻ, അവർ ടാക്സ് കളക്ടേഴ്സാണ്, അവരുടെ ജോബ് എന്നുള്ളതാണ് കാര്യം. അവർ യഹൂദന്മാരോട് തന്നെ ചുങ്കം പിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ കണ്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ വ്യഭിചാരികളെക്കാളും പാപികളെക്കാളും എല്ലാവരെക്കാളും വെറുക്കപ്പെട്ടവരായി തീരുന്ന ഒരു സാഹചര്യമാണ് റിലീജിയൻ, യഹൂദമതം. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളിൽ 2 പേര് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഒരുത്തൻ പരീശൻ, ഒരുത്തൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പിടിച്ചുപൊളിക്കാരനല്ല, ഞാൻ നീതിമാനാണ്, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ ചുങ്കക്കാരൻ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ യോഗ്യതയില്ലാത്തവൻ, ഞാൻ വളരെ യോഗ്യതയുള്ളവൻ എന്നാണ് പരീശൻ പ്രാർത്ഥിച്ചത്, ഇല്ലേ? അപ്പോൾ ചുങ്കക്കാരെക്കുറിച്ചുള്ള അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. ആറ്റിറ്റ്യൂഡ് എന്താണ്? അവൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അപ്രൈറ്റ് ആണെങ്കിൽ പോലും ചുങ്കം പിടിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവനെ കണ്ടം ചെയ്യുന്നതായ ഒരു ജനസമൂഹം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പായിട്ട് യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാർ വന്നിരിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത്ര വെറുക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണോ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പല തരത്തിലുള്ള പ്രൊഫഷനുണ്ട്. ചില പ്രൊഫഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാകാം. പക്ഷെ ഒരു ടാക്സ് കളക്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അല്ലേ? എൻ്റെ ഫാദർ ഒരു ബ്രിട്ടീഷ് സർവീസിലുണ്ടായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പാപി എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താം. അതുകൊണ്ട് മാത്രം, ഇല്ലേ? അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഒരു
ജോലി എന്ന നിലയിൽ അത് ചെയ്യുമ്പോൾ എല്ലാ ജോലിയും ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില ജോലിയുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ കള്ള് വിൽക്കാൻ പറ്റൂ, അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് വല്ലതും പറഞ്ഞിട്ട് കാര്യമല്ലോ ഉള്ളൂ. എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരെ പാതകത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നത് ശരിയാകുന്നൊരു കാര്യമല്ല. എന്നാൽ അങ്ങനെ ഒരു ജോലിയല്ല ഇത്. അങ്ങനെ ഒരു ജോലിയല്ല എന്ന് പറയാൻ കാര്യം, ഈ ചുങ്കക്കാരായ ആളുകൾ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് സ്നാനപ്പെടാൻ വരുന്ന ഒരു സന്ദർഭം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാം ജോലികളാ, ചുങ്കക്കാരൻ സ്വർഗത്തിൽ പോകത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിൻ്റെ ജോലികള എന്നല്ല പറയുന്നത്. അങ്ങനെയൊന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് നിങ്ങളോട് കൽപ്പിച്ചതിൽ അവർ ചോദിക്കുക, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? അവരെന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്ന് ചോദിക്കുന്നത്. ഇനി ജോലി വിടണമെന്ന് പറഞ്ഞാൽ ജോലിയും വിടുമായിരുന്നു അവർ. പക്ഷേ യോഹന്നാനോട് പറയുന്നത്, നിങ്ങളോട് കൽപ്പിച്ചതിലധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. അതായത് ജോലി ചെയ്യുന്നത് ന്യായമായ നിലയിൽ വേണം ചെയ്യാൻ, അല്ലാതെ അനീതി പ്രവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ജോലി വിടണം അല്ലെങ്കിൽ ജോലി കളയണമെന്നല്ല അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിലീജിയൻ ചുങ്കക്കാരെ കണ്ടം ചെയ്തു, പക്ഷേ യോഹന്നാൻ സ്നാപകൻ ആ രീതിയിൽ ചെയ്യുന്നില്ല. എന്നാൽ അവരോട് പറയുന്നുണ്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുങ്കക്കാരെല്ലാം സ്വർഗത്തിൽ പോകുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ചുങ്കക്കാരനായതുകൊണ്ട് മാത്രം ഒരുത്തൻ നരകത്തിൽ പോകുമെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നില്ല. അവൻ്റെ പ്രൊഫഷൻ ന്യായമായ നിലയിൽ വേണം പ്രവർത്തിക്കുവാൻ എന്നുള്ളതാണ് അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. യേശു ചുങ്കക്കാരെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൂക്കോസിന്റെ വിഷയത്തിൽ ഈ ചുങ്കക്കാരനായ സക്കായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കർത്താവ് പറയുക, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കാൻ വരികയാണ്. അപ്പോൾ ചുങ്കക്കാരെ യേശു സ്വീകരിച്ചു. സക്കായിയുടെ വീട്ടിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കണ്ടവരെല്ലാം 7-ാമത്തെ വാക്യത്തിൽ ലൂക്കോസിൻ്റെ വിഷയം 19:7 കണ്ടവരെല്ലാം ഇവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഈ പരീശന്മാരും അവരുടെ പിണിയാളുകളായിട്ടുള്ള റിലീജിയൻ്റെ ആളുകൾക്ക് അതങ്ങോട്ട് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് സക്കായിയുടെ ആ മാനസാന്തരത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കാം. പശ്ചാത്തലം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് യെരിഹോവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആ യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നു. അവൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഹി വാസ് എ റിച്ച് മാൻ, ഹി വാസ് എ പ്രൊഫഷണൽ മാൻ. അവൻ ധനികനായ ഒരു മനുഷ്യനായിരുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. അവൻ വെറും ചുങ്കക്കാരനല്ല, ഹി വാസ് ദ ചീഫ് ടാക്സ് കളക്ടർ. അപ്പോൾ ഒരു വലിയൊരു പൊസിഷനാണ്, സ്വാഭാവികമായി വലിയൊരു പൊസിഷനാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനൊരു ഫാമിലി മാനാണ്, അവനൊരു കുടുംബമുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഹി വാസ് സ്റ്റിൽ അൺഹാപ്പി. അവൻ സന്തുഷ്ടനല്ലായിരുന്നു. ഞാനിതിനെ ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും പ്രശ്നം എന്നറിയാമോ, എല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരും സംതൃപ്തരാണ്. വിശ്വാസികൾക്ക് പോലും ഉണ്ടായിട്ടുള്ള വലിയൊരു ദോഷം ഞാൻ പറയാം. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ നടന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ദൈവഭയവും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സംതൃപ്തരാണ്. വിശ്വാസികൾ പോലും ഈ സമ്പന്നതയിലും പ്രൊഫഷനിലുമൊക്കെ സംതൃപ്തരാകുന്ന ഒരു കാലയളവാണിത്. അതൊരു വലിയ ദോഷമാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആത്മീക പാപ്പരത്വം എന്ന് പറയുന്നത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആത്മീക അവസ്ഥയിലേക്ക്, അവരുടെ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി അവർ മറന്നുപോയി. അവരിതിനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്നതായ അവസ്ഥ. അതാണ് ഈ സക്കായിയുടെ ഒരു ഗുണം. അവന് പണവും പദവികളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് അതിനകത്ത് സംതൃപ്തമായില്ല. അതിനപ്പുറമായിട്ട് എന്തോ ഒന്നിനു വേണ്ടി അവൻ ദാഹിച്ചു. അവൻ ആത്മാവിലൊരു ദാരിദ്ര്യം അനുഭവിച്ചു. അതൊരു പോസിറ്റീവായിട്ട് വേണം നമ്മൾ എടുക്കാൻ.
അവൻ സംതൃപ്തനല്ലായിരുന്നു എന്ന് പറയുന്നത് അവൻ പണത്തിലും പദവികളിലും കൂടുതൽ പണം വേണമെന്നുള്ള സംതൃപ്തിയുടെ കാര്യമല്ല. പണത്തിലും പദവികളിലും നമ്മൾ സംതൃപ്തരാകുവാൻ പാടില്ല. അതിനപ്പുറത്തുള്ള ആത്മാവിൻ്റെ ഒരു കരച്ചിൽ, അത് നമ്മുടെ ഹൃദയത്തിലുള്ള കരച്ചിൽ നമുക്ക് കേൾക്കാൻ കഴിയണം. ആത്മാവിൻ്റെ ദാഹത്തെ പണം കൊണ്ടും പദവി കൊണ്ടും മുക്കിക്കളയരുത്. ഇന്ന് പറ്റുന്നതാണ്. ആത്മാവിൻ്റെ ദാഹത്തെ നമ്മൾ പണം കൊണ്ടും പദവികൾ കൊണ്ടും മുക്കിക്കളയുന്നു. അതിനുവേണ്ടി ആത്മീയത തന്നെ ചിലപ്പോൾ ഉപയോഗിക്കുന്നു. ആളുകൾ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലും പണവും പദവിയും കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരിക്കലും നമ്മളെ ആ സ്പിരിച്വൽ ഐഡൻറ്റിറ്റിക്ക് ഉണ്ടായിരിക്കുന്ന ആ ദാഹം അല്ലെങ്കിൽ അതിൻ്റെ ആ ലാക്നെസ് നമ്മൾ മനസ്സിലാക്കാതെ പോകുമെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. റിച്ച്നെസ് ആൻഡ് പ്രൊഫഷണൽ ഗെയിൻ, ഇത് രണ്ടും, ഇതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം. ധനത്തിന് വലിയൊരു പൊള്ളത്തരമുണ്ട്, വഞ്ചനയുണ്ട്. ഒരു കാര്യം, ധനത്തിൽ എത്ര സംതൃപ്തിയാകാൻ നോക്കിയാലും ഒരുമാതിരിപ്പെട്ട നിലയിൽ അത് പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പണത്തിന് നമുക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി പരിധികളുണ്ട്. ആർ സ്റ്റാൻലി പറഞ്ഞൊരു വാചകമുണ്ട്, ദർ ഇസ് ഓൺലി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് പീപ്പിൾ ആൻഡ് പുവർ പീപ്പിൾ. റിച്ച് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് പുവർ പീപ്പിൾ സ്ലീപ്പ് വെൽ. പണമുള്ളതും റിച്ച് പീപ്പിളും പാവപ്പെട്ടവനും തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. കാശുള്ളവൻ നന്നായിട്ട് വല്ലതൊക്കെ കഴിക്കും, പക്ഷേ ദരിദ്രനാണെങ്കിൽ അവൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. ഇതാണ് ആർ സ്റ്റാൻലി പറഞ്ഞതായ ഒരു കാര്യം. അപ്പോൾ ഉറക്കമാണോ വേണ്ടത്, തീറ്റിയാണോ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. തീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തീറ്റിയാണ്, വല്ലതും തിന്നാനില്ലാത്തപ്പോഴത്തെ നമ്മുടെ ദുഃഖമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത നേരം എങ്ങനെ ആഹാരം കൊടുക്കും എന്നൊക്കെയുള്ള പേടി നമുക്കുണ്ടായിരുന്നു. നാളെ എന്തോ കഴിക്കും എന്നൊക്കെ മാക്സിമം, അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്തോ കഴിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പേടി. കഴിഞ്ഞ പ്രാവശ്യം ഈ സമൃദ്ധിയായ ഭക്ഷണങ്ങളെല്ലാം കൂടെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞാനും ജിജിയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ജിജി പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാ? ജിജി പറഞ്ഞു പണ്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്താവേ വിശക്കുന്നു ആഹാരം തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ആഹാരം ഇരിക്കുന്നു വിശപ്പ് തരണേ. ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രാർത്ഥനയുടെ വ്യത്യാസമാണ്. പണ്ട് വിശന്നു ആഹാരമില്ല, ഇപ്പോൾ ആഹാരം ഇരിക്കുക പക്ഷെ വിശപ്പില്ല, എന്തോ ചെയ്യും? ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇതിനകത്തൊരു പ്രശ്നം. നിങ്ങൾക്ക് പണം ഒരിക്കലും അതായത് ഈ ആത്മീയമായ നിലയിലേക്ക് തിരിയാത്ത ഒരു വ്യക്തിക്ക് പണം കൊണ്ട് പോലും സംതൃപ്തനാകാൻ കഴിയുകയില്ല, കിട്ടുന്ന പണം കൊണ്ട്. അതായത് നോർമൽ വേയിൽ ഒരു ധനികൻ പറയത്തില്ല ഓക്കെ ഐ ഹാവ് ഇനഫ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം. ഐ ഡോണ്ട് നോ, നോർമലി എ പേഴ്സൺ വിൽ നോട്ട് സേ ഐ ഹാവ് ഇനഫ്. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. റോക്ക്ഫെല്ലർ, നിങ്ങൾക്ക് അറിയാമല്ലോ. റോക്ക്ഫെല്ലർ ഹി വാസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനായിരുന്നു റോക്ക്ഫെല്ലർ. ആ ഏറ്റവും ധനികനായ മനുഷ്യൻ അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടപ്പോൾ, അതായത് അന്നത്തെ മാഗസൈൻസിലും മറ്റും റോക്ക്ഫെല്ലർ ഈസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് അങ്ങനെ അയാൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് അയാളുടെ അടുത്ത് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ജേർണലിസ്റ്റുകളുണ്ടല്ലോ ഇങ്ങനെ കുത്തി ചോദിക്കും. അപ്പം ജേർണലിസ്റ്റ് ചോദിച്ചു, മിസ്റ്റർ റോക്ക്ഫെല്ലർ യു ആർ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, നിങ്ങളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. അവൻ പറഞ്ഞു യെസ്. ആർ യു ഹാപ്പി? നിങ്ങൾ സംതൃപ്തനാണോ? അപ്പം ഇനി എന്താ പറയണ്ടേ? ഇല്ല, എനിക്ക് ഇന്നാരെ പോലെ ആകണമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. കാര്യം എല്ലാവരേക്കാളും കൂടുതൽ പൈസ റോക്ക്ഫെല്ലറിൻ്റെ കയ്യിലാണ്. ഇദ്ദേഹം പറഞ്ഞു നോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഉടനെ ചോദിച്ചു വാട്ട് വിൽ മേക്ക് യു സാറ്റിസ്ഫൈഡ്? എന്താണ് നിങ്ങൾക്ക് സംതൃപ്തി തരാൻ പറ്റുന്നത്? വാട്ട് വിൽ മേക്ക് യു ഹാപ്പി? റോക്ക്ഫെല്ലർ പറഞ്ഞാൽ എന്തറിയാം? ലിറ്റിൽ മോർ മണി. ഇച്ചിരി പൈസ. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്, എന്നിട്ടും പറയുന്നത് ഞാൻ സംതൃപ്തനല്ല, എനിക്കെന്തോ വേണം? ഇച്ചിരി പൈസ ഇവിടെ. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് ആത്യന്തികമായി നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയും അതിൻ്റെ പുറകിലൊരു ക്രേവിങ് മാത്രമേ ഉള്ളൂ. ഉറക്കം നഷ്ടപ്പെടും, അതാ പ്രശ്നം. അല്ലാതെ പണം കൊണ്ട് നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന നിലയിൽ വലിയ കാര്യങ്ങളൊന്നും, ജീവിക്കാൻ പണം വേണ്ടെന്ന് ചോദിച്ചാൽ വേണമായിരിക്കും, പക്ഷേ ജീവിക്കാൻ മതി പണം. അതിൽ കൂടുതലായി കഴിയുമ്പോൾ തീർച്ചയായും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും.
നമ്മുടെ സക്കായി വളരെ ധനികനായിരുന്നു. ഹി വാസ് എ ചീഫ് ടാക്സ് കളക്ടർ. പക്ഷേ അവൻ പണത്തിനകത്ത് സംതൃപ്തി കണ്ടെത്തിയില്ല. കൂടുതൽ പണം വേണമെന്നുള്ളത് പോലുമല്ല അവൻ്റെ വിഷയം. അവൻ ആവശ്യമുള്ള അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആത്മദാഹത്തെ ശമിപ്പിക്കുവാൻ പണത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കി. ആൻഡ് ഹി വാസ് എ പ്രൊഫഷണൽ മാൻ. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ പണം ഇല്ലാത്തവരും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രമുള്ളതല്ല, പണം ഇല്ലാത്തവർക്കും ദ്രവ്യാഗ്രഹം ഉണ്ടാകും. ചിലപ്പോൾ ആളുകൾ പറയുന്നത് അവരൊക്കെ ധനികർ, അവർക്ക് ദ്രവ്യാഗ്രഹം. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണം പറയും, കർത്താവ് എൻ്റെ അടുക്കൽ വന്ന ധനികനായ മനുഷ്യൻ, അവൻ വന്നു കഴിഞ്ഞിട്ട് കർത്താവിനോട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. ഒടുവിൽ കർത്താവ് അവനോട് പറഞ്ഞു, നീ ചെറുപ്പം മുതൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്നിട്ട് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ വളരെ ധനമുള്ളവനായതുകൊണ്ട് ദുഃഖിതനായി മടങ്ങിപ്പോയി. അപ്പം നമ്മളെല്ലാം പറയും, ഇതാ പണക്കാരൻ്റെ പ്രശ്നം. പണക്കാരൻ ദ്രവ്യാഗ്രഹിയാണ്, അവൻ എത്ര കിട്ടിയാലും മതിയാകത്തില്ല, അതുകൊണ്ട് പിന്നെയും ദ്രവ്യാഗ്രഹിയാവൻ. അവനെ നമ്മൾ ദ്രവ്യാഗ്രഹി എന്നങ്ങ് മുദ്രകുത്തി. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് ഒരു ചോദ്യം, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? അപ്പോൾ പത്രോസോ, എടാ, ധനികനായ ഈ യുവാവും അവനും പണം വിടാൻ മനസ്സില്ല, അവനുള്ളത് വിടാൻ മനസ്സില്ല, പത്രോസിന് ഇല്ലാതെ കിട്ടാൻ മോഹം. രണ്ട് കൂട്ടരും ദ്രവ്യാഗ്രഹികളാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ ആളുകൾ പറയും, അതൊക്കെ ബ്രദറെ, അത് വലിയ ധനികരായ ആളുകളെക്കുറിച്ചാണ് ഈ ബ്രദർ സംസാരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ഇല്ലാത്തവനും ധനമോഹമുണ്ടാകും. രണ്ടു കൂട്ടർക്കും ദ്രവ്യാഗ്രഹമുണ്ട്. രണ്ടു കൂട്ടർക്കും പണം ഒരു കെണിയായി പെടുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഈ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ സംതൃപ്തിയില്ലാത്ത ഒരവസ്ഥ. ഇവൻ ചുങ്കക്കാരിൽ പ്രമാണിയാണെന്നാണ് കാണുന്നത്. ഹി വാസ് എ പ്രൊഫഷണൽ മാൻ, ഹി വാസ് ദി ചീഫ് ടാക്സ് കളക്ടർ. നോർമൽ വേയിൽ അവർ പറയുമോ, ഓക്കെ, എനിക്ക് സംതൃപ്തിയായി, ഞാൻ ചീഫ് ടാക്സ് കളക്ടറാണ്? പറയത്തില്ല. അവൻ പറയുന്നത് എന്നറിയാമോ, എന്നാണ് എനിക്കൊരു ഫിനാൻസ് മിനിസ്റ്റർ ആകാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് പ്രൊഫഷൻ്റെയും പ്രശ്നം അതിനപ്പുറത്തേത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അത് തലയ്ക്ക് പിടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതും ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, തീർച്ചയായും ഈ പണം നമ്മളെ ആത്മീയ ദാഹത്തെ കെടുത്തുന്നത് പോലെ ഈ പ്രൊഫഷൻ്റെ പുറകെ ഉള്ള ഓട്ടമുണ്ടല്ലോ. നമുക്കൊരു പ്രൊഫഷൻ വേണം, നമുക്കൊരു ജോലി വേണം, പക്ഷേ ഇങ്ങനെ ഓടി 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 അതിൻ്റെ അപ്പുറത്ത് ഒരു സ്വസ്ഥത മനുഷ്യനില്ലല്ലോ. ഒരിക്കലും മനുഷ്യൻ പറയുന്നില്ല ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് തന്നെ എന്തിനാ? ഒരു പ്രൊഫഷന് വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ കുഞ്ഞ് കുറച്ച് ജ്ഞാനമുള്ള ആളാകണം, അതുകൊണ്ട് കുറച്ച് അറിവൊക്കെ കിട്ടട്ടെ എന്ന് വെച്ച് നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നുണ്ടോ? നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് അവന് അറിവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. പ്രൊഫഷണലായിട്ട് അവന് ഒരു പ്രൊഫഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതും എങ്ങനെയുള്ള പ്രൊഫഷൻ? അത് ഈ നമ്മൾ ഒരിക്കലും നെവർ എൻഡിങ് ആണ് നമ്മളുടെ ഈ തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. നെവർ എൻഡിങ്. അത് പിള്ളേർക്ക് മാത്രമല്ല, പിള്ളേരുടെ അപ്പന്മാർക്ക് പോലും. ഒരു മനുഷ്യൻ ചെറുക്കനോട് മോനെ അങ്ങ് വല്ലാത്ത ടാക്സിയാണ്, പോയിരുന്ന് പഠിക്കടാ. രാപകൽ ഇവനൊന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. വേദോസം വായിക്കാനൊന്നും അതൊന്നും പ്രശ്നമൊന്നുമല്ല. പഠിക്കടാ. ഒരു ദിവസം ഈ ചെറുക്കൻ ചോദിച്ചു, പപ്പാ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യം പഠിച്ചാൽ പോരെ, ജയിക്കാൻ അതുപോലെ, എന്തിനാ ഈ രാപകലില്ലാതെ പഠിക്കുന്നത്? അങ്ങനെ പറഞ്ഞു, എടാ, അങ്ങനെ പഠിച്ചാൽ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടത്തില്ല. അപ്പം പിന്നെയും പഠിക്കണം, എപ്പോഴും പഠിക്കണം, എന്നാലേ ഫസ്റ്റ് റാങ്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറുക്കൻ ചോദിച്ചു, ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, എന്നാ ഒരുമാതിരി നല്ല മാർക്കൊക്കെ കിട്ടിയാൽ പോലെ? ഒരുമാതിരി നല്ല മാർക്ക് കിട്ടിയാൽ പറ്റത്തില്ല, അതിനപ്പുറത്തുണ്ടെങ്കിലേ നിനക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ്, എത്രയോ കോളേജുണ്ടോ, ഇപ്പം ഏറ്റവും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് തന്നെ ഇത്ര വലിയ നിർബന്ധം? എടാ, ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലേ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എന്താ? ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നിനക്ക് ഏറ്റവും നല്ല ജോലി കിട്ടത്തില്ല. ഏറ്റവും നല്ല ജോലി ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കുമോ? അത് പറ്റത്തില്ല. ഏറ്റവും നല്ല ജോലി ഉണ്ടെങ്കിലേ നിനക്ക് ഏറ്റവും നല്ല പെണ്ണിനെ കിട്ടത്തുള്ളൂ.
എന്നാ ചോദിച്ചു, ഈ ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പാപ്പാ? ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജോലിയുള്ള പെണ്ണ്, എന്നാലേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല ജോലിയുള്ള പെണ്ണ്. ഉണ്ടെങ്കിൽ ഇവൻ പറഞ്ഞു, ഓ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അവൾ ജോലി ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറ്റത്തില്ല. ഏറ്റവും നല്ല ജോലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിലേ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നെവർ എൻഡിങ്ങാ. എന്നാലേ അവർക്ക് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടും, എന്നാലേ അവർക്ക് നല്ല ജോലി കിട്ടുള്ളൂ, എന്നാലേ അവർക്ക് നല്ല പെണ്ണിനെ കിട്ടത്തുള്ളൂ. എത്ര തലമുറ വരെ ഇങ്ങനെ പോകും? എന്തുവാ ഇത്? വല്ലാത്ത ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രൊഫഷൻ വന്ന് തലയ്ക്ക് വിളിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു നിലയിലേക്കാണ് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറ, വല്ലാതെ അംബീഷ്യസ് ആയിട്ടുള്ളതായ ഒരു തലമുറ. ഇതെവിടെയെങ്കിലും ചെന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ എന്താ? അംബീഷ്യസ് ആകണമെന്നാണ്. അംബീഷ്യസ് ആകരുതെന്നൊക്കെയാണ് പണ്ട് നമ്മൾ വേദോസത്തിൽ നിന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദുർമോഹികളാകരുത്. ഇന്നങ്ങനല്ല, അംബീഷ്യസ് ആകണം ബ്രദറെ, അംബീഷ്യസ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ നമ്മുടെ വിശ്വാസ സമൂഹത്തെ പോലും അങ്ങ് കയറി പിടിച്ചിരിക്കുന്നതായ ഒരു കാലം. നമ്മൾ സംതൃപ്തരാകണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത, ഒരു കമ്പനിയിൽ ഒരു നല്ല പൊസിഷനിൽ ഒരു ചെറുക്കന് ജോലി കിട്ടിയാൽ അവൻ അന്നേരം തൊട്ട് ആലോചിക്കുന്നത് എന്ന് ഈ കമ്പനി വിട്ടിട്ട് ഇതിനേക്കാൾ ബെറ്റർ കമ്പനിയിലേക്ക് കയറാമെന്ന. ഒരിക്കൽ പോലും ഈ കമ്പനിയോടൊരു ആ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ സ്റ്റേറ്റ് ബാങ്കിൽ ഒരുത്തിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചാകുന്ന പോലെ സ്റ്റേറ്റ് ബാങ്കിലായിരിക്കും. അവർ സംതൃപ്തരുമായിരുന്നു. ഇത് തന്നെയല്ല, അവനെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിനെ എങ്ങാണോ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ചാടി വീഴുവൻ. അത്രയ്ക്ക് സിൻസിയറിറ്റി അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അവരോടും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രണ്ടുമില്ല. ഒരു ജോലിക്കാരെക്കുറിച്ചും കമ്പനിക്ക് യാതൊരു സ്നേഹമോ കരുതലോ ഇല്ല, തിരിച്ചുമില്ല. ഒരു കമ്പനിയോടും ആർക്കും ഒരു കൂറോ ഉത്തരവാദിത്വമോ ഇല്ലാത്ത ഒരു സാഹചര്യം. എല്ലാം കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും എന്ന് മാത്രം. ഈ ഭൗതികമായ നെട്ടോട്ടത്തിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മീയ സത്തയെക്കുറിച്ച്, അവർ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി, അത് നമ്മൾ മറന്നു പോകുന്ന, അത് നമ്മൾ പുറകിലെറിഞ്ഞ് കളയാണ്. വി ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് അവർ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി. ഈ ഇത്ര കോമ്പറ്റിറ്റീവായിട്ടുള്ള ഈ ലോകത്തിൽ ആത്മീയത, എൻ്റെ സ്പിരിച്വാലിറ്റി, എൻ്റെ നിത്യത, ഇതൊക്കെ ആലോചിക്കാൻ ആർക്കാ നേരം? നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ഇതിനെല്ലാം മറന്നു കളയുന്നു. പകരം മദ്യം കുടിക്കുന്നത് പോലെ പണവും പദവികളും നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ കള്ളു കുടിക്കുന്നില്ലായിരിക്കും, പക്ഷേ കാശ് കുടിക്കുന്നുണ്ട്. കള്ളു കുടിച്ച് മത്തരാകുന്നതിനേക്കാൾ പണം കുടിച്ച് മത്തരായവരാണ് നമ്മുടെ സമൂഹത്തിൽ. സമ്പത്ത്, പ്രൊഫഷൻ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം താൽക്കാലികമായ കാര്യമാണ്. നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ഇതിൻ്റെ പിന്നാലെ പോകുന്നവർ കുറച്ച് നാളൊക്കെ അങ്ങനെ പോകുമായിരിക്കും. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും എല്ലാം ശൂന്യമായി പോയി. അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ശൂന്യത ഒരു ദിവസം അവൻ തിരിച്ചറിയും. അവൻ്റെ ആത്മാവിലെ ശൂന്യത അവൻ മനസ്സിലാക്കും. മനസ്സിലാക്കിയാൽ നല്ലത്, മനസ്സിലാക്കിയില്ലെങ്കിൽ ശൂന്യമായ ആത്മാവുമായി അവൻ്റെ നിത്യതയിൽ അവൻ നരകത്തിലേക്ക് പോകും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലായാൽ അത് തന്നെ ഭാഗ്യം. പക്ഷേ അതിനുള്ളൊരു അവസരം പോലും ലഭിക്കാത്ത രീതിയിൽ എൻ്റെ മനസ്സിൻ്റെ ശൂന്യത, എൻ്റെ ആത്മാവിൻ്റെ ശൂന്യത പണം കൊണ്ടും പദവികൾ കൊണ്ടും നിറയ്ക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ ഒരു സമൂഹമായിട്ട് നമ്മൾ പോയിരിക്കുകയല്ലേ. അതിപ്പം വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവർ പോലും അങ്ങനെ ആയിപ്പോയില്ലേ എന്ന് ആലോചിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. സാധാരണ സക്കായിയുടെ കഥ മുഴുവൻ പറയുന്നതെല്ലാം വിജാതീയരുടെ ഇടയിൽ പോയി നീ മാനസാന്തരപ്പെടണമെന്ന് പറയാനാ. ഇവിടെ മാനസാന്തരം നമുക്ക് തന്നെ വേണ്ടേ? നമുക്കൊരു വലിയ രൂപാന്തരം ആവശ്യമില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈ പണവും പദവികളും ഒക്കെ മത്തുപിടിച്ച വിശ്വാസികൾ, അവരെക്കുറിച്ചാണ് എനിക്കിന്ന് വേവലാതി. ആത്മീയതയെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, സഭാഹോളിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പണവും പദവികളും തലയ്ക്ക് പിടിച്ചവരായ ഒരു സമൂഹം. ഞാൻ പല ആളുകളെ അങ്ങനെ കണ്ടതിൻ്റെ വേദനയിൽ നിന്നാണ് ഇത് പറയുന്നത്.
അതിനെക്കുറിച്ചൊരു ചിന്ത പോലുമില്ലാതെ, നിത്യതയെക്കുറിച്ച് ചിന്തയില്ലാത്ത ഒരു ജനസമൂഹമായിട്ട് കാണുമ്പോൾ തൊട്ട് സംസാരിക്കുന്നത് മുഴുവൻ ഹെൽത്തിൻ്റെ കാര്യങ്ങളും പണത്തിൻ്റെ കാര്യങ്ങളും പൊസിഷൻസും ജോലി കാര്യങ്ങളും മാത്രം സംസാരിക്കുന്ന, കർത്താവിനെക്കുറിച്ചൊരു സംസാരമില്ല. ഒരു ശൂന്യത അനുഭവപ്പെടുന്നു പോലുമില്ല. പക്ഷെ ഒരു ദിവസം അനുഭവപ്പെടും, ഇല്ലാതെ വരത്തില്ല. അങ്ങനെ അനുഭവപ്പെട്ടില്ലെങ്കിൽ അവൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതി. കാര്യം ശൂന്യമായ ആത്മാവുമായി അവൻ നരകത്തിലേക്ക് പോകും. ആർക്കും ഈ അപകടം സംഭവിക്കാതിരിക്കാൻ, ഈ പണത്തിൻ്റെയും പദവികളുടെയും മത്ത് പിടിച്ച് നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ യേശുവിനെ കൊണ്ട് നിറയ്ക്കണം. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു വാചകമുണ്ട്, എവറി മാൻ ഹാസ് എ വാക്വം ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ഈസ് ഗോഡ് ഷേപ്ഡ്. മനുഷ്യൻ്റെയൊക്കെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയ്ക്ക് ദൈവത്തിൻ്റെ ഷേപ്പാണെന്ന്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇട്ട് അത് നിറയ്ക്കാൻ പറ്റുകയില്ല. അത് നിറയ്ക്കണമെങ്കിൽ ദൈവത്തെ തന്നെ കയറ്റി വെക്കണം, യേശുവിനെ തന്നെ കയറ്റി വെക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ദൈവത്തിന് മാത്രം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ശൂന്യത നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഹൃദയത്തിലുണ്ട്. അവിടെ യേശുവിനെ കയറ്റി വെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ ശൂന്യമായ ആത്മാവുമായി നരകത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇന്നത് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ലൂക്കോസിൻ്റെ വിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ശ്രമിക്കുകയാണ്. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. സക്കായിയെക്കുറിച്ചുള്ള ഏറ്റവും ഗുഡ് തിങ് ഞാൻ കാണുന്നതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു. മാൻ ഈസ് തേഴ്സ്റ്റി ഇൻസൈഡ്. അവൻ പറയുകയാണ്, എൻ്റെ പണത്തിനും എൻ്റെ പദവികൾക്കും എൻ്റെ ഉള്ളിലെ ദാഹത്തെ, ആത്മാവിലെ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയുന്നില്ല. എനിക്കിതിന് പുറത്തെന്തെങ്കിലും വേണം. ഒരു പക്ഷേ യേശുവിന് എൻ്റെ ശൂന്യത നിറയ്ക്കാൻ കഴിയുമോ? അവനിതൊന്നും സ്വാഭാവികമായി മാനുഷികമായി നോക്കിയാൽ ആവശ്യമുള്ള ആളല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ധനികനും പ്രമാണിയുമായ ഒരു വ്യക്തിയാണ് സക്കായി എന്ന് ആലോചിക്കണം. പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശൂന്യതയാണ്. അവൻ എന്ത് ചെയ്യുക? അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ്റെ ഉള്ളിലെ ശൂന്യത നിറയ്ക്കാൻ പണം അവൻ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ പണത്തിനകത്തത് മുക്കിക്കളയാൻ നോക്കിയില്ല, പദവികളിൽ മുക്കിക്കളയാൻ നോക്കിയില്ല, സുഖഭോഗങ്ങളിൽ അവൻ ഇടപെട്ടില്ല. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. പലപ്പോഴും നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം, നമ്മുടെ ശൂന്യത മാറ്റാനായിട്ട് നമ്മൾ പ്ലഷേഴ്സാണ് നോക്കുന്നത്, സുഖങ്ങൾ. അതിന്ന് വല്ലാത്ത ഒരു സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. എങ്ങനെയും സുഖിക്കുക എന്നുള്ള ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയാൽ എവിടെ പോയി സുഖിക്കാമെന്ന ആളുകൾ നോക്കുന്നത്. ഒരു വെക്കേഷൻ കിട്ടിയാൽ എവിടെ പോയി സുഖിക്കാം. ദൈവവുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ദിവസം മാറ്റിവെക്കാൻ ആർക്കും കഴിയുന്നില്ല. മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ലോങ് വീക്കെൻഡിൽ മീറ്റിംഗ് വെച്ചാൽ ആളെ കിട്ടത്തില്ല. അല്ലെങ്കിൽ ലോങ് വീക്കെൻഡ് എല്ലാവരും വെക്കേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ വെക്കേഷന് പോകുന്നതിനെതിരെ പറയുകയല്ല ഞാൻ. പക്ഷേ ഈ വെക്കേഷന് പോകുന്നതിൻ്റെ അത്രയുമോ അതിനേക്കാൾ അത്രയുമെങ്കിലും ഒരു വ്യഗ്രത ദൈവസന്നിധിയിലിരിക്കാനോ, ദൈവശബ്ദം കേൾക്കാനോ, ദൈവമക്കളുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കാനോ ഒക്കെ നമുക്കുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കുന്നത്? പോയി സുഖിക്കുക. പൗലോസ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞ വാചകം ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം അവന് സന്തോഷത്തെ നൽകുന്നു. ദൈവത്തിന് മാത്രമേ അത് നൽകാൻ കഴിയുകയുള്ളൂ. അത് യേശുവിന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ ആന്തരികമായി ഹീ ഹാസ് എ തേഴ്സ്റ്റ് ഇൻസൈഡ്. അതിനെ നമ്മൾ മറച്ചു വയ്ക്കുക. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് അത് നിറയ്ക്കാൻ. യേശുവിനെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ പറ്റുന്ന ശൂന്യതയിൽ മറ്റ് പലതും ഒഴിച്ചു വെക്കാൻ പിശാച് പരിശ്രമിക്കുന്നു. അതിനകത്ത് മദ്യം ഒഴിച്ചു വെക്കുവാൻ, അതിനകത്ത് പ്ലഷേഴ്സ്, സുഖങ്ങൾ ഒഴിച്ചു വെക്കാൻ, എങ്ങനെയെങ്കിലും ഈ ആ ശൂന്യത ഫീൽ ചെയ്യുമ്പോൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ കൊണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുന്നു. ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ് ഷേപ്ഡ്.
മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, വേറെ എന്തുകൊണ്ടത് ഫില്ല് ചെയ്യാൻ നോക്കിയാലും അതിന് കഴിയില്ല. യേശുവിൻ്റെ അടുത്ത് ചെല്ലണം, യേശു അതിനെ നിറയ്ക്കും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ അവിടെ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവർ, ഇന്നത്തെ പ്രശ്നം പലർക്കും ദാഹം ഫീൽ ചെയ്യുന്ന പോലുമില്ല. അതൊരു വലിയ അപകടമാണ്, വലിയ അപകടമാണ്. എനിക്ക് ദാഹം ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഒരു കൊച്ചു പറയുകയാണെന്ന് വെച്ചോ, ഐ ഡോണ്ട് നീഡ് വാട്ടർ, ഐ ഡോണ്ട് നീഡ് ഫുഡ്, എനിക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല. വളരെ നല്ല കാര്യം, കുഞ്ഞിന് ഏതാണെങ്കിലും വിശപ്പും ഇല്ല ദാഹവും ഇല്ല, ഓ എന്ത് നല്ല കാര്യം എന്നാരെങ്കിലും പറയുമോ? നിങ്ങൾ പറയുമോ? എൻ്റെ കുഞ്ഞിന് ഏതാണെങ്കിലും വിശപ്പും ഇല്ല ദാഹവും ഇല്ല, നല്ല കാര്യം എന്നാരെങ്കിലും പറയുമോ? ഇല്ല. വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞ് രോഗിയാണ്. അതിന് വിശക്കുന്നതിന് ആഹാരവും ദാഹിക്കുന്നതിന് വെള്ളവും കൊടുത്തില്ലെങ്കിൽ അത് ചത്തുപോകും. അതുകൊണ്ട് ദാഹം ഒരു അനിവാര്യതയാണ്. ആത്മാവിലെ ദാഹം ഒരു വലിയ അനിവാര്യതയാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അപകടമാണ്. ആരെങ്കിലും പറയാ, ഓ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഇപ്പോൾ ദൈവം ഇല്ലെന്ന് വെച്ച് എനിക്കൊന്നും പറ്റാനൊന്നുമില്ല, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിനക്ക് ഫീൽ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. യാഥാർത്ഥ്യം എന്താണ്? വിതൗട്ട് ഗാഡ് യു കനോട്ട് സർവൈവ്. ഫീൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ രോഗിയാണെന്നാ. നിനക്ക് ഫീലിംഗ് ഇല്ല. ആത്മാവിലെ ദാഹം, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദാഹമില്ലെങ്കിൽ അവിടെയാ പേടിക്കേണ്ടത്. കർത്താവ് പറയുകയാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുളിക്കട്ടെ. നിൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് ആവശ്യം. യേശുവിൻ്റെ അടുത്ത് വന്ന് കുടിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പുറത്തോട്ടൊഴുകുമെന്ന്. പുറത്തോട്ടൊഴുകണമെങ്കിൽ അകത്താദ്യം ഫില്ലാകണം, എന്നാലേ പുറത്തോട്ടൊഴുകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ആത്മാവിൻ്റെ ദാഹം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ല്. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. ഇച്ഛിക്കുന്നവൻ അവൻ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലം, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അകത്തേക്ക് കയറി പുറത്തോട്ടൊഴുകും. അത് മറ്റുള്ളവർക്കും കൂടെ ദാഹം ശമിപ്പിക്കത്തക്ക രീതിയിൽ അങ്ങനെയുള്ള സമൃദ്ധിയായ ജീവൻ നമുക്ക് കർത്താവ് ഓഫർ ചെയ്യുക. പക്ഷെ അവിടെ ചെല്ലണം. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാ. കൊണ്ട കൊടുക്കുന്നതിനേക്കാൾ വന്ന് കുടിക്കട്ടെ. വന്നാലുണ്ട്, വരണം. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ആരെങ്കിലും ഈ ദാഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വരിക. യേശു തീർച്ചയായും നിങ്ങൾക്ക് ഈ ജീവജലം നൽകുവാൻ ഒരുക്കമുള്ളവനായി നോക്കിയിരിക്കുകയാണ്. എന്ന് തന്നെയല്ല, അത് സമൃദ്ധിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന്. കുടിക്കുന്ന ഒരിച്ചില വെള്ളം പോലല്ല, ജീവജലത്തിൻ്റെ നദികൾ. അത്ര സമൃദ്ധമായ നിലയിൽ നമുക്കിത് പ്രാപിക്കാൻ കഴിയും. പക്ഷെ അതിന് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. നമ്മൾ സക്കായിയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ലൂക്കോസിന് ശേഷം 19-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ച് ശ്രമിച്ച് അവൻ്റെ പ്രശ്നം, അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു യേശുവിനെ കാണണമെന്ന്. അതുതന്നെ ഞാൻ പറഞ്ഞല്ലോ, അവന് ദാഹം ഉണ്ടായിരുന്നു. ആ ദാഹം ഒരു വലിയൊരു കാര്യമാണ്. എന്നാൽ അടുത്ത് നമ്മൾ കാണുന്നത് അവന് ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. തീർച്ചയായും യേശുവിനെ കാണുന്നതിന് ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒബ്സ്റ്റക്കിൾസ് ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം യേശുവിനെ ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് ശത്രുവായ സാത്താന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് യേശുവിനെ കാണുന്ന, യേശുവിനെ അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനൊന്നും അവൻ പരിശ്രമിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒബ്സ്റ്റക്കിൾസാണ്. 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. 2 പുരുഷാരം നിമിത്തം. 2 കാര്യങ്ങളാണ്. അവൻ്റെ തന്നെ
ഹീ ഹിംസെൽഫ് വാസ് ഷോർട്ട് ഇൻ സ്റ്റേച്ചർ. പിന്നെ അവൻ്റെ ചുറ്റുമുള്ള പുരുഷാർ, ഇത് രണ്ടും അവന് ഒബ്സ്റ്റക്കിൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ ലിമിറ്റേഷൻസ്, യേശുവിനെ കാണുന്നതിൽ നമുക്കുള്ള ലിമിറ്റേഷൻസ്. പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല, എൻ്റെ യുക്തിക്ക് അത് അങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവികമായ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് യുക്തിയിലല്ല, യുക്തിയിൽ അറിയുന്നത് ഭൗതികമായ കാര്യങ്ങളാണ്. ഭൗതികമായ കാര്യങ്ങൾ അറിയാൻ നമുക്ക് യുക്തിയുണ്ട്, ആത്മീക കാര്യങ്ങൾ അറിയാൻ യുക്തി ഉപയോഗിക്കാൻ കഴിയില്ല. ആ യുക്തിക്ക് അതീതമായി ആത്മാവിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നത്. വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ്, ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ മറികടക്കുന്നവരായിരിക്കണം നമ്മൾ. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. കാര്യം നമ്മൾ, ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ യുക്തിയിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒതുങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ ദൈവം നമ്മൾ പറയുന്ന അതുല്യനായ ഒരു ദൈവം എന്നൊന്നും പറയാനില്ല, നമ്മുടെ യുക്തിയിൽ ഒതുങ്ങുന്ന ഒരാളാണെങ്കിൽ. രണ്ട്, ദൈവം ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് തന്നെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് യുക്തിക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് വലിയ ആത്മീക യാഥാർത്ഥ്യങ്ങൾ പോയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയും, നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന്, കർത്താവുണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട്, തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അനുഭവമാണ്, അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ വന്നിട്ട് പറയും, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, നിങ്ങൾക്ക് തെളിയിക്കാമോ തലവേദനയുണ്ടെന്ന്? തലയുണ്ടെന്ന് തെളിയിക്കാം, പക്ഷേ തലവേദനയുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? അതൊരു വ്യക്തിപരമായ അനുഭവമാണ്, ഇല്ലേ? അനുഭവമാണ്, അത് നിങ്ങൾക്ക് വരുമ്പോൾ അറിഞ്ഞോളൂ, ഇല്ലേ? എന്നതുപോലെ നമ്മുടെ വ്യക്തിപരമായ ഹ്യൂമൻ ലിമിറ്റേഷൻസ് വെച്ച് യേശുവിനെ നോക്കിയാൽ, യേശുവിനെ കാണാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എന്ന് പറയുന്നത് യുക്തിക്ക് അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കണം. നിങ്ങൾ അതിനുവേണ്ടി മനസ്സുള്ളവരായിരിക്കണം. ബാക്കി എല്ലാ കാര്യവും മനസ്സിലാകും, പക്ഷേ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം അറിയാം, സുവിശേഷം പറയുമ്പോൾ പറയും, നീ പറയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന്. മനസ്സിലാകത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത് ഭൗമികമായ യാഥാർത്ഥ്യങ്ങൾ കാണുന്നത് പോലെ ഇതിനെ കണ്ടതുകൊണ്ടാണ്. അതിന് നിങ്ങളുടെ ആത്മാവിൻ്റെ ഫാക്കൽറ്റി തുറക്കണം. ഇപ്പോൾ അന്ധനായ ഒരു വ്യക്തി, കണ്ണ് കാണാൻ കഴിയാത്ത ഒരു ആളുടെ അടുത്ത് നിങ്ങൾ വാൻ ഗോഗിൻ്റെ ഒരു ചിത്രം കൊണ്ട് വെച്ചാലും അങ്ങേർക്കത് കാണാൻ കഴിയില്ല. കാരണം അങ്ങേരുടെ കണ്ണുകൾ, ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല. ആ ഫാക്കൽറ്റി വർക്ക് ചെയ്താലേ ആ ചിത്രം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ചെവി കേൾക്കാൻ വയ്യാത്ത ഒരാളുടെ അടുത്ത് ത്യാഗരാജ കീർത്തനം പാടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ല. അത് ആരുടെയും കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ചെവികൾ തുറന്നു വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നതുപോലെ ആത്മീകമായ ഫാക്കൽറ്റി വർക്ക് ചെയ്യാത്തിടത്തോളം കാലം നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ കാണാത്തതൊന്നും വിശ്വസിക്കുകയില്ല എന്നൊരാൾ പറയുകയാണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അന്ധനായ ഒരു വ്യക്തി പറയുകയാണ്, വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരാളില്ല, ചിത്രം എന്ന് പറയുന്നത് വെറും ഒരു തോന്നലാണ്. നിനക്കങ്ങനെ തോന്നുക, നിനക്ക് തോന്നുന്നു അങ്ങനൊരു ചിത്രമുണ്ടെന്ന്. അങ്ങനൊരു ചിത്രമില്ല, ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടില്ല, പിന്നെ അങ്ങനെ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ ദൈവം ഉണ്ടെന്ന് നിങ്ങളൊക്കെ പറയും, അത് നിങ്ങളുടെ ഒരു തോന്നലാണ്. ഞങ്ങളുടെ തോന്നലല്ല, ഞങ്ങളുടെ റിയാലിറ്റിയാണ്. ആത്മാവിൻ്റെ ഫാക്കൽറ്റി തുറന്നു വെക്കുമ്പോൾ മാത്രമാണ് ഇത് മനസ്സിലാകുന്നത്. ഞാൻ ആരെയെ കുറ്റം വിധിക്കുകയല്ല, പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ദൈവത്തെ യുക്തിയിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്
വെയിൻ റീസണിങ് എന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. വ്യർത്ഥമായ യുക്തി കൊണ്ട് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്കതിന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്നിരിക്കും. ആകപ്പാടെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവമേ ഈ വ്യക്തിയുടെ ആത്മീയ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ്. ആ ആത്മീയ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കർത്താവിനെ കാണാൻ പറ്റും. അപ്പോൾ സക്കായിയുടെ കാര്യത്തിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് ഷോർട്ട് ഇൻ സ്റ്റേച്ചർ, അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. 2, പുരുഷാരം നിമിത്തം. പുരുഷാരം ഇന്നും അതാണ് പലരുടെയും പ്രശ്നം. യേശുവിനെ അനുഭവിക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്പമൊക്കെ മനസ്സിലായി കഴിഞ്ഞാലും, ബ്രദറെ എനിക്കറിയാം ഇതൊക്കെ സത്യമാണെന്ന്, പക്ഷേ ബ്രദറെ ഞാനിത് അക്സെപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ സമുദായക്കാർ, എൻ്റെ ജാതിക്കാർ അവരെല്ലാവരും പിണങ്ങും ബ്രദറെ. പുരുഷാരം ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ കാണുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഹ്യൂമൻ ലിമിറ്റേഷൻസും നിങ്ങൾ മറികടക്കണം. കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കണം. തന്നെയല്ല, പുരുഷാരത്തെ പേടിച്ച് നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം നിങ്ങളുടെ ആത്മാവിൻ്റെ ശൂന്യത മാറ്റാൻ ഈ പുരുഷാരം കൂടെ വരത്തില്ല. അവരൊക്കെ വഴക്കുണ്ടാക്കാൻ കൂടെ വരുമെന്നുള്ളതേ ഉള്ളൂ. യേശുവിനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാക്കാൻ ആൾ വരും. അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അവൻ്റെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരുന്നതായ സമയത്ത്, അവൻ്റെ ആത്മദാഹം ശമിക്കാതിരുന്ന സമയത്ത് ആരും ഇവനെ സഹായിച്ചില്ല. ഇപ്പം യേശുവിനെ അറിഞ്ഞു കഴിയുമ്പം പുരുഷാരം പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അറിയുന്ന അനുഭവം, അതിന് തടസ്സമായിട്ട് നമ്മുടെ ലിമിറ്റേഷൻസ്, ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഉണ്ടാകരുത്. നമ്മുടെ യുക്തിയോ മറ്റുള്ള കാര്യങ്ങളോ നമ്മളെ വഞ്ചിക്കരുത്. നമ്മുടെ പഠനം നമ്മളെ വഞ്ചിക്കരുത്. തന്നെയല്ല, പുരുഷാരം നമ്മളെ വഞ്ചിക്കരുത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോളജ് കൊണ്ട് യേശുവിനെ അറിയാൻ കഴിയില്ല, ദൈവികത അറിയാൻ കഴിയില്ല. അതിന് റെവലേഷൻ വേണം. നമ്മൾ പലപ്പോഴും ഭൗമിക യാഥാർത്ഥ്യങ്ങളെ അറിയുന്നത് പഠനം കൊണ്ടാണ്, ജ്ഞാനം കൊണ്ടാണ്. പക്ഷേ ദൈവത്തെ അറിയുന്നത് പഠനം കൊണ്ടല്ല, ദൈവത്തെ അറിയുന്നത് വെളിപ്പാട് കൊണ്ടാണ്. പത്രോസിനോട് കർത്താവ് പറയുക, പത്രോസെ, നീ പറഞ്ഞല്ലോ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. എങ്ങനെയാണ് നീ ഇതറിഞ്ഞത്? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അത് വെളിപ്പാടാണ്. ആ വെളിപ്പാടുണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, എന്നാൽ അവൻ മുമ്പോട്ട് ഓടി, സക്കായി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. അവനൊരു കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണാൻ അവനൊരു വഴി കണ്ടുപിടിച്ചു. അവൻ്റെ കുറ്റമല്ല. അതിനകത്ത് ഏറ്റവും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, യേശുവിനെ കാണാൻ അവൻ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അവനെ ഒരു പെയിൻ എടുക്കുന്നുണ്ട്. അല്ലാതെ യേശു ഇതിലെങ്ങനെ വരികയാണെങ്കിൽ കാണാൻ പറ്റിയാൽ കാണണമെന്നല്ല. അവൻ പറഞ്ഞു, എനിക്ക് കാണണം, എനിക്ക് യേശുവിനെ കാണണം. ആ വലിയ പെയിൻ എടുത്ത് അവൻ പോകുകയാണ്. അവനൊരു കാട്ടത്തിമേൽ കയറി. ഹീ വോണ്ടഡ് ടു സീക്ക് ഗാഡ്. പക്ഷേ അവൻ്റെ വഴിയാണ് അവൻ അന്വേഷിച്ചത്. അതാണൊരു പ്രശ്നമെന്ന് പറയണ്ട. എങ്കിലും അവൻ്റെ എഫേർട്ടിനെ നമ്മൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ കാട്ടത്തിമേൽ കയറി അവൻ്റെ വഴിയെ യേശുവിനെ കാണാൻ പരിശ്രമിക്കുന്നതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവൻ്റെ ആ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അവൻ്റെ ആ മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. മനുഷ്യരൊക്കെ അവനവൻ്റെ വഴിയിലാണ് ദൈവത്തെ പലപ്പോഴും തിരക്കുന്നത്. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് മാൻസ് വേസ് ടു സീ ഗാഡ്. ദൈവത്തെ അന്വേഷിക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചതായ വഴികളുണ്ട്. അതിലേ പോയാൽ നടന്നില്ലെന്ന് പറയുന്നത് പോലെ റിലീജിയൻ കൊണ്ട് ഒരാൾക്ക് ഒരുപക്ഷെ യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിരിക്കും. പക്ഷേ ആ റിലീജിയൻ്റെ പിന്നിൽ ഉള്ള മനുഷ്യൻ്റെ എഫേർട്ടിനെ നമ്മൾ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം. അതായത് അവർക്കൊരു ദാഹമുണ്ട്. ഞാനെപ്പോഴും നമ്മുടെ പൗരാണികരായ നമ്മുടെ ഗുരുഭൂതന്മാരുണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനെ ഞാൻ ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമസോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. ദൈവമേ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിക്കണമേ
അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിക്കണമേ. ആ ഒരു പ്രാർത്ഥന, അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു നന്മയാണ്. എന്ത്? അവർക്ക് ഞാനിപ്പോൾ അന്ധകാരത്തിലാണെന്നും എനിക്കപ്പുറത്തൊരു പ്രകാശമുണ്ടെന്നും ഞാനിപ്പോൾ അസത്യത്തിലാണെന്നും ഇതിനപ്പുറത്തൊരു സത്യമുണ്ടെന്നും ഞാനിപ്പോൾ മരണത്തിലാണെന്നും ഇതിനപ്പുറത്തൊരു ജീവൻ ഉണ്ടെന്നും. അവർ ജീവൻ അറിഞ്ഞില്ല, സത്യം അറിഞ്ഞില്ല, അതൊക്കെ അറിഞ്ഞില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവരുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ അന്ധകാരത്തിലാണെന്ന്. അവരുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ അസത്യത്തിലാണെന്ന്. അവരുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ മരണത്തിലാണെന്ന്. അതാണ് ഞാൻ അവരിൽ കാണുന്ന നന്മ. നമ്മൾ പലപ്പോഴും അത് അറിയുന്നു പോലുമില്ല. ഞാൻ അസത്യത്തിലാണെന്നുള്ളൊരു ചിന്ത പോലുമില്ല. അതുകൊണ്ട് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പോലുമില്ല. അതൊക്കെയല്ലേ ഇന്നത്തെ പ്രശ്നം. നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ ചിന്ത. നമ്മുടെ പിതാക്കന്മാർ എല്ലാം അറിയാവുന്നവർ എന്ന നിലയിൽ ഇരിക്കുകയായിരുന്നില്ല. അവരുടെ അജ്ഞതയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ, ദൈവമേ നിന്നെ അറിയാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല, എന്നെ നീ സത്യം ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് സത്യത്തെ കാണിച്ചു തരും. കർത്താവേ എനിക്ക് ജീവൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ജീവനിലേക്ക് നിങ്ങളെ നയിക്കും. ആദ്യം ആവശ്യമായിരിക്കുന്നത് എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നതാണ്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എൻ്റെ വഴിയിൽ ദൈവത്തെ തിരക്കുന്ന ആ ഒരു റിലീജിയൻ, അതിനകത്ത് നന്മയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, അങ്ങനെ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമുക്കുള്ള ഒരു പ്രോബ്ലം, എല്ലാം നമ്മുടെ വഴിയേ വേണം. ഈ സബ്വേ സാൻഡ്വിച്ചിൻ്റെ പ്രത്യേകത ഞാൻ സാധാരണ പറയാറുണ്ട്. സബ്വേ സാൻഡ്വിച്ച് എനിക്കിഷ്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സോസൊക്കെ ഒഴിക്കാം. അത് വിളമ്പി ഇങ്ങനെ തരികയല്ലല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിക്കും എന്താ ഫില്ല് ചെയ്യേണ്ടത്, ടർക്കി വേണോ അതോ വേറെ ചിക്കൻ വേണോ അല്ലെങ്കിൽ വെജിറ്റബിൾ വേണോ, അതവർ ചോദിക്കും. പിന്നെ മയണൈസ് വേണോ, സോസ് ഏതാ വേണ്ടത്, എല്ലാം ഏതൊക്കെ വെജിറ്റബിൾസ് വേണം എല്ലാം നമ്മളോട് ചോദിച്ച് ദേ വിൽ മേക്ക് ഇറ്റ് ഇൻ അവർ ഓൺ വേ. അവരുടെ പരസ്യം പോലും അങ്ങനെയാണ്, യു വിൽ ഹാവ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ. പക്ഷേ ജീസസ് ഈസ് നോട്ട് എ സബ്വേ സാൻഡ്വിച്ച്. നമുക്കിഷ്ടമുള്ളതുപോലെയെല്ലാം വന്ന് നിന്ന് തരുന്ന ഒരു സബ്വേ സാൻഡ്വിച്ച് അല്ല യേശു. യേശുവിൻ്റെ പ്രത്യേകത എല്ലാം അവൻ്റെ വഴിയിലാണ്. നോട്ട് സബ്വേ ബട്ട് ഹിസ് ഓൺ വേ. അവൻ്റെ വഴിയിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മൾ യേശുവിനെ കാണാൻ സക്കായി അവൻ്റെ വഴി നോക്കി, അവൻ്റെ ആ ഏണസ്നെസ് കർത്താവ് മനസ്സിലാക്കി. ആ ഏണസ്നെസ് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ യേശു അവന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും അവനുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം. ഇന്നും പലപ്പോഴും നമ്മുടെ വഴിയെ നമ്മൾ നമ്മുടെ ആ ആഗ്രഹം നല്ലതാണ്, പക്ഷേ നമ്മുടെ വഴിയെ നമുക്കത് കാണാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൂരെ നിന്നൊന്ന് കണ്ടേച്ച് പോകാൻ പറ്റുമായിരിക്കും. എങ്കിലും യേശുവിനോട് ചേർന്നുള്ള ഒരു വാസമോ ജീവിതമോ ഒന്നും അങ്ങനെ നമ്മുടെ വഴിയെ പോയാൽ നടക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. സ്വർഗത്തിലേക്ക് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നരകത്തിൽ പോകാൻ 1000 വഴിയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ജീസസ്. നരകത്തിലേക്ക് പോകാൻ 1000 വഴിയുണ്ടായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സക്കായി എഫർട്ട് എടുത്തു. യേശുവിനെ കാണണം, എൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിക്കണം, എനിക്ക് യേശുവിനെ അറിയണം. അവൻ എഫർട്ട് എടുത്തു. അവിടെ നമ്മൾ കാണുന്നത് എൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയേ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. യേശു ആ സ്ഥലത്തെത്തി, കാട്ടത്തിയുടെ കീഴിലെത്തിയപ്പോൾ നേരെ മുകളിലേക്ക് നോക്കി. അതാണ് ദൈവകൃപ. ഞാനൊരു കാര്യം പറയാം, സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് യേശുവിന് സക്കായിയെ കാണാനും അവനോടുകൂടെ അവന് ജീവൻ പകർന്നു കൊടുക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹം തന്നെയല്ല, നിശ്ചയമുണ്ടായിരുന്നു. നമ്മൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ യേശു നമ്മളെ കാണുന്ന അനുഭവം, അതാണ് ദൈവത്തിൻ്റെ കൃപ.
നമുക്കൊരു എഫേർട്ട് എടുക്കേണ്ടത് ആവശ്യമായിരിക്കാം. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്താൽ നമ്മുടെ എഫേർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. യേശു വേറെ വഴിയെ പോയായിരുന്നു എന്തോ ചെയ്തേന്, അവൻ കാണത്തില്ലായിരുന്നു. നമ്മുടെ എഫേർട്ടിനടുത്ത് എഫേർട്ട് എടുക്കണം, അത് നമ്മുടെ മനസ്സാണ്. എഫേർട്ടിനും അപ്പുറത്ത് കർത്താവിൻ്റെ കൃപ, ആ കർത്താവിൻ്റെ കൃപ നമ്മളെ തേടി വരുന്നു. നമ്മളെ അടുത്ത് വന്ന് അവൻ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ. യേശു സക്കായിയെ കണ്ടെത്തുകയാണ്. സക്കായി യേശുവിനെ കണ്ടെത്തുകയല്ല, ശരിക്കും പറഞ്ഞാൽ യേശു സക്കായിയെ കണ്ടെത്തുകയാണ്. യെസ്, സക്കായിക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് അവൻ കയറിയതെല്ലാം ശരിയാ. ദൂരെ നിന്ന് ഒരു പക്ഷേ അവൻ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഇതല്ല, യേശു സക്കായിയെ തിരക്കി വരികയാണ്. ആ കാട്ടത്തിയുടെ നേരെ താഴെ വന്നിട്ട് മുകളിലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറയുകയാണ്. സക്കായി യേശുവിനെ കണ്ടെത്തുന്നതിനപ്പുറത്തായിട്ട് ഇവിടെ യേശു സക്കായിയെ കണ്ടെത്തുന്നു. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മളെ യേശു കണ്ടെത്തിയതാണ്. അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് പാടുമ്പോൾ എന്താ അവിടെ കാണുന്നത്? Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. അവിടെ I once was lost, but now I am found. I found എന്നല്ല, ഞാൻ കണ്ടെത്തിയെന്നല്ല, I am found. ഈ കൃപ എന്നെ കണ്ടെത്തി. നമുക്കൊക്കെ സാക്ഷ്യം പറയാനുള്ളത് അതല്ലേ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഞാൻ കണ്ടെത്തി എന്ന് പറയാൻ എനിക്ക് എന്താ അവകാശം? ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് യേശുവിനെ കാണാൻ കഴിയണമെന്നില്ലായിരുന്നു. പക്ഷേ യേശു എന്നെ കണ്ടെത്തി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യെസ്, ഞാൻ യേശുവിനെയും തിരഞ്ഞെടുത്തു, ഞാൻ യേശുവിനെ കർത്താവാക്കി. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവൻ എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്താ കാര്യം? ഞാൻ അവനെ കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു, പക്ഷെ അവൻ എന്നെ കണ്ടെത്തി. ഐ വാസ് ഫൗണ്ട് ബൈ ജീസസ്. ആ ഒരു വലിയ ദൈവകൃപ. എന്നാൽ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, കാട്ടത്തിമേൽ കയറി. അടുത്തൊരു ഇതിലേക്ക് കിടക്കുമ്പോൾ, എന്നാൽ സക്കായി ഒരിക്കലും യേശു തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. യേശുവിനെ കാണണമെന്ന് സക്കായി ആഗ്രഹിച്ചു, ഓക്കെ. പക്ഷേ യേശു എന്നെ കാണണമെന്ന് സക്കായി ഒരിക്കലും ചിന്തിച്ചില്ല. അങ്ങനെ വലിയ മോഹമൊന്നുമില്ലായിരുന്നു. യേശു എന്നെ കാണല്, ഞാൻ അവനെ കണ്ടോളാം, അതിനാ പോയി കാട്ടത്തിയുടെ മണ്ടയ്ക്ക് കയറി ഒളിച്ചിരുന്നത്. നമ്മളും പലപ്പോഴും ഇതുപോലൊക്കെയാണ്. നമ്മൾ അത്തിയുടെ ഇലയുടെ മറവിൽ കയറി ഇരിക്കുകയാണ്. എന്താണെന്നറിയാം? യേശു എന്നെ കാണല്ല. കാര്യം എന്നിൽ കാണാൻ കൊള്ളാത്ത പലതും ഉണ്ട്, ഇല്ലേ? യേശു എന്നെ കാണല്ല. അതിനുവേണ്ടി അത്തി ഇലയുടെ മറവിൽ കയറിയിരിക്കുക. പക്ഷേ ഏത് അത്തിയിലയുടെ മറവിൽ കയറിയിരുന്നാലും യേശു നിന്നെ കാണും. ഇവിടെ ഈ അത്തിയിലയുടെ കാര്യം പറയുന്നല്ലോ, കാട്ടത്തിയില. ഒന്നാമത്തെ മനുഷ്യരായ ആദാമും ഹവ്വായും അവരെന്ത് ചെയ്തു? അവർ നഗ്നരാണെന്ന് കണ്ടപ്പോൾ എന്താ, കാട്ടത്തിയുടെ ഇല ചുറ്റി അവരുടെ നഗ്നത മറയ്ക്കാൻ നോക്കി. വല്ലതും നടന്നു? ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ആർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യനെയും അവൻ്റെ എഫേർട്ട് കൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അവൻ വളരെ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, യേശു അവനെ കാണരുതെന്ന് ചിന്തിച്ചു. പക്ഷേ ആ കാട്ടത്തിയുടെ കീഴിൽ വന്നിട്ട് കർത്താവ് പറയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. അവൻ കാട്ടത്തിയിൽ കയറിയപ്പോൾ അവൻ മനുഷ്യനിൽ നിന്ന് മറഞ്ഞു, പക്ഷേ ദൈവത്തിൽ നിന്ന് മറയാൻ പറ്റില്ല. നമുക്ക് മനുഷ്യരിൽ നിന്ന് പലതും മറച്ചു വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തിൽ നിന്ന് മറയാനോ മറച്ചു വെക്കാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. അവിടെ വന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കി. അവിടെ അവനെ പേർ ചൊല്ലി വിളിക്കുകയാണ്, സക്കായിയെ. ഓ, ഹൗ സ്വീറ്റ് ദ സൗണ്ട്. ചുങ്കക്കാര എന്നല്ല വിളിക്കുന്നത്, പാപിയെ എന്നല്ല വിളിക്കുന്നത്, മനുഷ്യ എന്നല്ല വിളിക്കുന്നത്, ഒന്നുമല്ല. പേർ ചൊല്ലി വിളിക്കുന്ന യേശു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് നമ്മളെ പേഴ്സണലി അറിയാവുന്ന ആളാണ് കർത്താവ് എന്ന് തന്നെയല്ല, പേഴ്സണലി കൺസേൺഡാണ്. നമ്മൾ മാറി നിന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ പോലും കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, വ്യക്തിപരമായി എനിക്ക് നിന്നോട് ചില ഇടപാടുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നെനിക്ക് പറയാനുള്ളതായ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വ്യക്തിപരമായി യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് വ്യക്തിപരമായിട്ട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ജനറലൈസ് ചെയ്ത് യു പീപ്പിൾ എന്നൊക്കെ ആയിരിക്കും പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നത്, ഹേ മനുഷ്യ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. നിൻ്റെ പേര് ചൊല്ലി. നീ ചുങ്കക്കാരനായിരിക്കും, പക്ഷെ കർത്താവ് കാണുമ്പോൾ ചുങ്കക്കാരാ എന്ന് വിളിക്കത്തില്ല. ചുങ്കക്കാരനത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അവൻ പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്നിട്ട് പറയുക, മോനെ വേഗം ഇറങ്ങി വാ. നീ കാട്ടത്തിയുടെ മുകളിലിരിക്കുന്നത് നിർത്ത്, നീ ഇറങ്ങി വാ. നീ കയറിയിടത്ത് നിന്നൊക്കെ നീ ഇറങ്ങേണ്ടി വരും. യേശുവിനെ കണ്ടുമുട്ടിയാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? വലിയൊരു രൂപാന്തരം ആവശ്യമുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയാൽ പിന്നീട് ഇവന് കാട്ടത്തിയുടെ മറവിൽ പോയിരുന്ന് മറഞ്ഞിരിക്കാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഡൗൺ, മേക്ക് ഹേസ്റ്റി, കം ഡൗൺ, മേക്ക് ഹേസ്റ്റി, വേഗം ഇറങ്ങി വാ, ലീവ് യുവർ ഓൾഡ് ലൈഫ്. നീ ഇപ്പോഴെവിടെയാണോ അവിടെ നിന്ന് നീ ഇറങ്ങി വരണം. കം ടു മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തിലേക്ക് നീ വാ. അതാണ് ശരിക്കും മെറ്റനോയ്യ, മാനസാന്തരം. നമ്മുടെ കാട്ടത്തികളിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നൊരവസ്ഥ. ഇന്ന് ഏതൊക്കെ കാട്ടത്തി മരത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചോദിക്കണം. അവിടെയൊക്കെ കയറി മറഞ്ഞിരിക്കാൻ നീ നോക്കുകയാണോ? ഇല്ല. അതിനെയൊക്കെ വിട്ടുകളയണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാട്ടത്തികളെയും വിട്ടുകളയണം. ഇറങ്ങി വരണം. വേഗം ഇറങ്ങി വാ, ഇറങ്ങി വരണം, വേഗം. നല്ല പെട്ടെന്ന് വേണം ഈ കാര്യം. അല്ലാതെ ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, ആ ബ്രദറെ, ഞാൻ യേശുവുമായിട്ട് വന്നായിരുന്നു, രണ്ട് യോഗത്തിന് വന്നു, എനിക്കൊരു ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ആണെങ്കിൽ 20 സിഗരറ്റ് വലിക്കുമായിരുന്നു, ഇപ്പോൾ 10 ഉള്ളൂ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും മദ്യപിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, വീക്കെൻഡ്സേ ഉള്ളൂ. ക്രമേണ ഞാനിതെല്ലാം അങ്ങ് നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുക ബ്രദറെ. ഇതൊന്നും മാനസാന്തരമല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റാണ്. മാനസാന്തരം ഇൻസ്റ്റൻ്റായിട്ട് ഇറങ്ങി വരികയാണ്, വേഗം ഇറങ്ങി വരിക. ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു വിളിച്ച് ഇറക്കുമ്പോൾ ക്രമേണ മാനസാന്തരപ്പെട്ടോളാമെന്ന് അങ്ങനെ പലരും പറയുന്നുണ്ട്. ക്രമേണയായിട്ട് ഞാനും വരാം ബ്രദറെ, കുറേശ്ശെയായിട്ട്. ഇപ്പം പെട്ടെന്നങ്ങ് എല്ലാം കൂടെ അങ്ങ് കളയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം. എല്ലാം കൂടെ കളയണം. ഇതുവരെയുള്ള നമ്മുടെ എല്ലാം പഴയ അവസ്ഥകളെയും നമ്മുടെ പഴയ മനുഷ്യനെയും നമ്മൾ കുഴിച്ചിടണം. അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടണം. അവൻ ഇറങ്ങി വാന്ന് പറഞ്ഞപ്പോൾ അവനോട് നിൽക്കുക. ജീസസ് ഈസ് ദേർ എന്ന് പറയുന്നത്, ഇനി നിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണമെന്നാണ്. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു. സക്കായി വിളിച്ചൊന്നുമില്ല. യു സി, യേശുവിനെ ഒരുവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ സ്വന്തം വീട്ടിൽ പോകുന്നത് യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. അവൻ യാതൊരു രീതിയിലുള്ള ഇനി ഒന്നും സ്വന്തമായിട്ട് അവന് ചെയ്യാൻ പറ്റില്ല. ഈസ് ടോട്ടലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ജീസസ്. മുകളിലിരിക്കുന്നവൻ ഇറങ്ങി വന്നു, പെട്ടെന്ന് ഇറങ്ങി വന്നു. അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു അവൻ്റെ വീട്ടിൽ താമസിക്കും. ഒന്ന് കാണാൻ പോലും കിട്ടുമെന്ന് ചിന്തിച്ചില്ല. നമുക്കതിനുള്ള യോഗ്യതയും ഇല്ല കേട്ടോ. കർത്താവിനെ ശരിക്കും കാണാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, യോഗ്യത നോക്കിയൊന്നുമല്ല, അവൻ്റെ മഹാകരുണയാൽ അവൻ പറയാണ്, നീ ഇറങ്ങി വാ, എൻ്റെ സന്നിധിയിലേക്ക് വാ, എൻ്റെ അടുത്ത് വാ, നമുക്കൊരുമിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകാം. എന്തൊരു കൃപയായത്! സക്കായി ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, യേശു അവൻ്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിച്ചു. വളരെ ഡിഫറൻ്റ് ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും
ആ യോഗത്തിനൊക്കെ ഒന്ന് പോകണം, ഒരു ചെറിയൊരു ആ പാട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, നിങ്ങളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറും പാട്ട് ഇഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷേ പാട്ട് കേട്ടേച്ച് പോകാനല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരിക എന്നാണ്. ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു മാനസാന്തരം. കർത്താവിനെ താഴേക്ക് അവനവിടെ 6-ാമത്തെ വാക്യത്തിൽ കണ്ടത്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങിയെന്ന. ബന്ധപ്പെട്ട് ഇറങ്ങി. കാര്യം അവൻ്റെ ജീവിതത്തിൽ അവനിതൊരു മഹാഭാഗ്യമായിട്ട് കണ്ടു. അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് കണ്ടു വേണം യേശുവിൻ്റെ അടുത്തോട്ട് പോകുവാൻ. നമ്മളൊക്കെ പലരും യേശുവിനെ സ്വീകരിക്കുന്നത് അവരേതാണ്ട് യേശുവിനൊരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ്. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളൊരു പാട്ടുമൊക്കെ പാടും, കടന്നു വാ യേശു നിന്നെ വിളിക്കുന്നു. പാട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പ്രസംഗം പറയുന്നത്, കർത്താവ് കണ്ടില്ലേ പുറത്ത് നിൽക്കുക, നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഒന്ന് തുറന്നു കൊടുക്കുമോ, അവനകത്തോട്ടൊന്ന് കയറിക്കോട്ടെ, ഒന്ന് തുറന്നു കൊടുക്കുമോ, അവൻ പുറത്ത് നിൽക്കുകയല്ലയോ, നിനക്കൊരു കരുണ തോന്നണ്ടേ എന്നൊക്കെ നിലയിലാണ് പലരും യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഏത് പാവം പുറത്ത് നിന്ന് മഞ്ഞും മഴയൊക്കെ കൊണ്ട് എന്നാൽ പിന്നെ കയറ്റി ഇരുത്തിയേക്കാമെന്ന് ചിന്തിച്ചാൽ പലരും കയറ്റി ഇരുത്തുന്നത്. അങ്ങനെയല്ല. നീ യേശുവിനെ നീ സ്വീകരിക്കുന്നത് നീ അവനോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല, അവൻ നിന്നോട് കാണിക്കുന്ന ഔദാര്യമാണ്. ഞാൻ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് ഞാൻ യേശുവിനൊരു ഔദാര്യവും ചെയ്തിട്ടില്ല. എന്നെ സ്വീകരിച്ചത് വഴി യേശുവാണ് എനിക്ക് ഔദാര്യം ചെയ്തത്. യേശുവിൻ്റെ ഔദാര്യത്തിന് കീഴിലാണ് ഞാൻ. എനിക്ക് എന്ത് യോഗ്യതയായിരുന്നു യേശുവിനെ സ്വീകരിക്കാൻ? പാപിയായ ഒരു മനുഷ്യൻ, മറ്റുള്ളവർ ദുഷിക്കുന്ന പഴിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യൻ. യോഗ്യതയില്ല എന്നുള്ള ബോധ്യം ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ പറയുന്നത് എന്താണ്? അവനാണ് ജെനുവിനായിട്ടുള്ള ആൾ. അവൻ പറയുന്നത് എന്താണെന്ന് അറിയാം? കർത്താവേ, സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ മനസ്സില്ലാതെ. പരീശൻ്റെ പ്രത്യേകത എന്താ? പരീശൻ പറയുന്നത്, നിനക്ക് സാധാരണയൊക്കെ കിട്ടുന്നത് ഇവനെ പോലുള്ളവനെയൊക്കെ അല്ലേ, ചുങ്കക്കാരൻ, പാവി, വ്യഭിചാരി, ഇങ്ങനെയുള്ളവരൊക്കെയല്ല നിനക്ക് കിട്ടുന്നത്. ഞാൻ അങ്ങനൊന്നും അല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ മഹാപാതകം ചെയ്യുന്ന അനീതി ചെയ്യുന്നവനൊന്നുമല്ല, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനാ, ഞാൻ നെടുനിലൊക്കെയും പതാരം കൊടുക്കുന്നവനാ. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലൊന്നുമല്ല ഞാൻ. നിനക്കിങ്ങനെ ഉള്ളവനൊക്കെ അല്ല എപ്പോഴും കിട്ടുന്നത്. പക്ഷേ എന്നെപ്പോലെ മഹാനായ ഒരാളെ കിട്ടണമെങ്കിൽ നീ എന്നെ സ്തുതിക്കണമെന്നാണ് അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ചിലർ യേശുവിനെ സ്വീകരിക്കാൻ വരുന്നത്, അവരേതാണ്ട് ഔദാര്യം ചെയ്യുന്നത് പോലെ. ചിലപ്പോൾ ചില സമൂഹത്തിൽ മാന്യത എന്നൊക്കെ നമ്മൾ പറയുന്ന ചില രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ ആരെങ്കിലും ഒരുത്തനൊന്ന് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ പൊക്കിക്കൊണ്ട് നടക്കുക. അയാൾ ദൈവത്തിന് യേശുവിന് ഏതാണ്ട് ഔദാര്യം ചെയ്ത പോലെ. അല്ല, കൊടും പാപി, നിന്നെ സ്വീകരിക്കുവാൻ കർത്താവ് കാണിച്ചതൊരു ഔദാര്യമാണെന്ന് മനസ്സിലാക്കി കിടന്ന് വലിയ വിലസാതെ നീ ഏതാണ്ട് കർത്താവിന് ഔദാര്യം ചെയ്തെന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരും മറ്റവരും മറിച്ചവരും ഒക്കെ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആരാ നീ? കൊടും പാപി, അല്ലാതെ എന്തുവാ? കർത്താവ് നിന്നോട് കാണിക്കുന്ന ഔദാര്യമാണ്. ധനികനും പ്രമാണിയുമായ സക്കായി, ആ സക്കായിയെ യേശു സ്വീകരിച്ചത് സക്കായി യേശുവിനോട് കാണിക്കുന്ന ഔദാര്യമല്ല, യേശു സക്കായിയോട് കാണിച്ച ഔദാര്യമാണ്. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഇത്ര വലിയൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ഇനി എനിക്കിത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്നാണ്. സന്തോഷത്തോടെ കൈക്കൊണ്ടു, റിസീവ്ഡ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ് റിസീവ്ഡ്. ഹി റിസീവ്ഡ് ഹിം ജോയ്ഫുള്ളി. സ്വീകരിക്കണം. അവൻ സ്വീകരിച്ചു. നോക്കുക, രക്ഷ സൗജന്യമാണ്. ഇത് കർത്താവിൻ്റെ കൃപയാണ്. നീ ഇറങ്ങി വാ എന്ന് കർത്താവ് പറഞ്ഞത് കർത്താവ് അവനോട് കാണിച്ച കാരുണ്യമാണ്. എന്നാൽ ആ കൃപ നമ്മൾ റിസീവ് ചെയ്യണം, സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ ഈ കൃപ കൊണ്ട് പ്രയോജനമില്ല.
ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃപ ഇറങ്ങി വരുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസത്താൽ ആ കൃപ നമ്മൾ സ്വീകരിക്കുന്നു. ഇത് രണ്ടും കൂടെ വേണം. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃപ, നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസം സ്വീകരിക്കണം. കർത്താവിന് വേണമെങ്കിൽ കർത്താവ് പണ്ടേ ഞാൻ രക്ഷിക്കപ്പെടണമെന്നൊക്കെ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്, അത് പുള്ളിക്കാരൻ ചെയ്തോളും എന്നല്ല. യു നീഡ് ടു റിസീവ് ഇറ്റ്. റിസീവ്. എങ്ങനെയാണ് റിസീവ് ചെയ്തത്? റിസീവ് ചെയ്തത് സന്തോഷത്തോടെ. രക്ഷിക്കപ്പെടാൻ കഴിയുന്നത് സന്തോഷത്തോടായിരിക്കണം, ഗതികേടല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഗതികേടായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ പെട്ടുപോയില്ലേ ബ്രദറെ എന്ന്. പെട്ടുപോയെന്നാണ് പലരുടെയും ചിന്ത. ഇനി ഞാൻ പെട്ടുപോയതൊന്നുമല്ല, എനിക്ക് കിട്ടിയ മഹാഭാഗ്യം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 44-45 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ നിധി കണ്ടെത്തിയ മനുഷ്യൻ, അവൻ ചെന്ന് സന്തോഷത്തോടെ തനിക്കുള്ളതൊക്കെയും വിറ്റെന്ന് എഴുതിയിരിക്കുന്നത്. സന്തോഷത്തോടെ, കരഞ്ഞോണ്ടല്ല, സന്തോഷത്തോടെ. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? അവന് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. രക്ഷയിൽ സന്തോഷിക്കുവാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കരയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുപോയി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഈ മഹാഭാഗ്യം, അതിനെ സന്തോഷത്തോടെ, ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നതാണ്, സന്തോഷത്തോടെ കൈക്കൊള്ളുക. ഒരു രീതിയിലും നമ്മൾ ദൈവത്തിനൊരു ഔദാര്യം ചെയ്യുന്നെന്നുള്ള നിലയിൽ ജീവിക്കരുത്. എപ്പോഴും ദൈവസന്നിധിയിൽ ആ പരീശൻ പറഞ്ഞതുപോലെ എനിക്കൊന്നിനും യോഗ്യതയില്ല, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യതയില്ലായിരുന്ന കൊടും പാപിയായിരുന്ന മഹാപാപിയായിരുന്ന എന്നോട് മഹാകരുണ കാണിച്ച ദൈവം, അവൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളിലും എപ്പോഴും എന്നും അവനോട് നന്ദിയുള്ളവനായി. നമ്മൾ കർത്താവിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എന്തിനാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പാപിയായ എന്നെ, നരകത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരുന്നവനായ എന്നെ, കൊലയ്ക്ക്, നമ്മൾ നേരത്തെ സദൃശവാക്യങ്ങളിൽ വായിച്ചു പോയ കൊലയ്ക്ക് വിറച്ചുകൊണ്ട് പോയ എന്നെ അവൻ വിടുവിച്ചു. അതാണ് ഏറ്റവും വലിയ കരുണ. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെറിയ ചെറിയ ഉപകാരങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എന്നാൽ അത് ചെറുതാണെന്ന് ചോദിച്ചാൽ ചെറുതായിരിക്കത്തില്ല, വലുതായിരിക്കും. പക്ഷേ എനിക്ക് ലഭിച്ച മഹാരക്ഷയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ എനിക്ക് ലഭിച്ചതൊന്നും വലുതല്ല, ഭൗമികമായ കാര്യങ്ങളൊന്നും വലുതല്ല. അതിനപ്പുറത്ത് അവൻ്റെ രക്തം കൊടുത്തവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഭൂമിയിൽ എനിക്ക് ഭൗമികമായ അതൊക്കെയാണ് എല്ലാവരും പ്രസംഗിക്കുന്നത്. നിനക്കവൻ വീട് തരും, അവൻ കാറ് തരും. നിനക്കൊരു വീട് തരാൻ ദൈവത്തിന് എന്നാ ഇത്ര വലിയ ബുദ്ധിമുട്ട്? അവന് പീനട്ടാ ഒരു വീടെന്ന് പറഞ്ഞാൽ, ഒരു കാറെന്ന് പറഞ്ഞാൽ അവന് പീനട്ടാണ്. പക്ഷേ എന്നെ വീണ്ടെടുക്കുവാൻ അവൻ പീനട്ടൊന്നുമല്ല കൊടുത്തത്, ചങ്കിലെ ചോര കൊടുത്ത് എന്നെ വീണ്ടെടുത്തവനായ കർത്താവ്. സക്കായി യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അവൻ വീട്ടിൽ ചെന്നത്, അതായത് സക്കായിയുടെ വീട്ടിൽ യേശു ചെല്ലുകയാണ്. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ജനങ്ങൾക്ക് പിറുപിറുപ്പ്, സക്കായിക്ക് സന്തോഷം. ഒരു പക്ഷേ നമ്മുടെ രക്ഷാനുഭവമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം പിറുപിറുപ്പായിരിക്കും. വേനെന്തോന്ന്, എന്തിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. പക്ഷേ നമുക്കതല്ല, നമുക്ക് സന്തോഷം. വി ആർ ലൈറ്റഡ്, എ ഗ്രേറ്റ് ഡിലൈറ്റ്. അങ്ങനൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. എപ്പോഴും അത് സന്തോഷം അനുഭവിക്കുന്ന ഒരു അനുഭവം. ഇപ്പോഴ് യേശു എവിടെയാ? ഇപ്പം യേശു സക്കായിയുടെ വീട്ടിലാണ്. അതുപോലെ യേശു നമ്മുടെ വീട്ടിൽ, അല്ലാതെ ഈ പലർക്കും യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല കേട്ടോ. നമ്മൾ പറയുന്നത്, കർത്താവേ ഞാൻ ഞായറാഴ്ച വന്ന് കണ്ടോളാമെന്ന.
നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, അങ്ങ് ഒത്തിരി തിരക്കൊക്കെ ആയിരിക്കുമല്ലോ, ഞാൻ വന്ന് കണ്ടോളാം, എൻ്റെ വീട്ടിലോട്ടൊന്നും വരണ്ട എന്ന് പറയും. കാര്യം എന്നറിയാം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാത്ത പലതും ഉണ്ട്, അതാ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ സക്കായി സന്തോഷത്തോടെ അവൻ്റെ വീട്ടിലേക്ക് കൈക്കൊണ്ടു. പലരും യേശുവിനെ പള്ളിയിൽ ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ യേശു പറയുന്നത് ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നെന്നാണ്. കാണണമെന്ന് തന്നെയല്ല പറയുന്നത്, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കണം. യേശു എൻ്റെ വീട്ടിൽ പാർക്കണം. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ യേശുവിനെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണോ? അവൻ വീട്ടിൽ വന്ന് പാർക്കുന്നത്. അവൻ വീട്ടിൽ വന്ന് പാർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ പണിയൊന്നും നടക്കത്തില്ല പിന്നെ കേട്ടോ. അതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ യേശുവിനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റിയല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്ന നാസ്റ്റി ആയിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാംസ് എല്ലാം പിന്നെയും കാണാനും ഒക്കെ ആണ് നിങ്ങൾക്ക് പ്ലാനെങ്കിൽ കർത്താവിനെ കൊണ്ടുപോകരുത്. കർത്താവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു രീതിയിലും അനാത്മികമായ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ അരങ്ങേറുന്നത് പറ്റില്ല. പിന്നെ വീട്ടിൽ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റിയല്ല, കർത്താവെല്ലാം കേൾക്കും. നമ്മുടെ ഒച്ചയെടുത്ത് സംസാരിക്കാൻ പറ്റില്ല, കർത്താവ് കേൾക്കും. കർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. അങ്ങനെ നോക്കിയാൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഈ കർത്താവിന് വലിയ ഔചിത്യബോധമൊന്നുമില്ല. നമ്മൾ പറയുന്നത് പോലെ വലിയ നമ്മുടെ ഭാഷയിലെ ഡീസൻറ്റ് ഫെലോ അല്ല. എന്നറിയാമോ, നമ്മുടെ മൊബൈലെങ്ങാണ്ട് അവിടെ കിടക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത് പാസ്വേഡൊന്നും പുള്ളിക്ക് വേണ്ട, എല്ലാം തുറന്ന് കാണും. അപ്പോൾ ഓർത്തോണം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ് യേശുവിനെ. പക്ഷേ സക്കായി എങ്ങനെ കൊണ്ടുപോയത്? സന്തോഷത്തോടെ. നിൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ യേശുവിനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? അതാണ് ചോദ്യം. സന്തോഷത്തോടെ. അതിൻ്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ സക്കായിയുടെ മാനസാന്തരം പ്രായോഗിക തലത്തിൽ വരികയാണ്. ഇതുവരെ അവൻ വന്നു, യേശുവിനെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുപോയി, എല്ലാം ശരിയാണ്. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് നമ്മുടെ മാനസാന്തരം പ്രായോഗിക തലത്തിൽ വരണം. പ്രായോഗിക തലത്തിൽ വരുന്നത് എന്താണ്? സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലരോടും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. അപ്പം ആദ്യമേ പകുതി അങ്ങ് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതിനകത്തുനിന്ന് ചതിവായി വാങ്ങിയത്, നമുക്കറിയാമല്ലോ ചുങ്കക്കാരുടെ പ്രത്യേകത, മിക്കവാറും ചതിവായിട്ടായിരിക്കും വാങ്ങിയത്. അതിൻ്റെയൊക്കെ 4 ഇരട്ടി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ശിഷ്യന്മാരെക്കാൾ ദരിദ്രനായിട്ടായിരിക്കും ചിലപ്പോൾ സക്കായി മടങ്ങി പോകേണ്ടി വരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വെച്ചടി കയറ്റം വന്നാൽ നമ്മളൊക്കെ പറയുന്നത്. പക്ഷേ ഉള്ളതെല്ലാം പോകുന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ യഥാർത്ഥത്തിൽ യേശു ഉള്ളിൽ കയറുമ്പോൾ ഭൗതികമായി നഷ്ടത്തിന് മേൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ നഷ്ടമൊന്നും ഇവനെ ദുഃഖിപ്പിച്ചില്ല. കാരണം എന്താ? അവൻ സ്വീകരിച്ചത് സന്തോഷത്തോടെയാണ്. കാര്യം അവന് ലഭിച്ചിരിക്കുന്നതായ ഈ പദവി അവൻ മനസ്സിലാക്കി. നമ്മുടെ പ്രസംഗങ്ങളെല്ലാം യേശുവിനെ സ്വീകരിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ യേശു പ്രസംഗിച്ചപ്പോഴെല്ലാം പറഞ്ഞത് എന്തൊക്കെ കളയേണ്ടി വരുമെന്നാണ്, എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നാണ്. ഇല്ലേ? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തുടങ്ങുമ്പോഴേ തന്നെത്താൻ ത്യജിക്കണം. പിന്നെ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ സ്വന്തം ജീവനെ കൂടെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. അങ്ങനെ തന്നെ നിങ്ങൾക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ, എവിടെ ഈ കിട്ടുന്ന കാര്യം പറഞ്ഞു എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. നീ എന്നെ സ്വീകരിച്ചാൽ ഉടനെ കിട്ടുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്തെങ്കിലും പട്ടിണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കർത്താവ് ഭക്ഷണം തന്നിരിക്കും. കേളിക്കിളങ്ങ സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ തരുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് വെച്ചടി കയറ്റമെന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ്, ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. കാര്യം കർത്താവ് പഠിപ്പിക്കാത്തത് പഠിപ്പിക്കുന്നത് ദുരുപദേശം, അല്ലാതെ എന്തോന്ന്? കർത്താവ് പഠിപ്പിക്കാത്തത് പഠിപ്പിച്ചാൽ അത് ദുരുപദേശമല്ലേ? അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയില്ലെന്നല്ല. കാര്യം മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവൻ തീർത്ത് തരും. നീഡ്സ്, ഗ്രീഡ്സ് അല്ല, നീഡ്സ്. കർത്താവ് നമ്മളെ സഹായിക്കും.
രോഗിയാണോ? കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. നിങ്ങൾ പ്രതിസന്ധിയിലാണോ? കർത്താവ് നമ്മളെ വിടുവിക്കും. കാറ്റും കോളും കടലിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവ് കടലിനെ ശാന്തമാക്കും. ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് കർത്താവ് സക്കായിയോട് പറയുന്നത്, സക്കായിയെ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇപ്പോൾ വെറും ഒരു ടാക്സ് കളക്ടറാണ്, ചീഫ് ടാക്സ് കളക്ടറാണ്. ഞാൻ നിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ പോകുകയാണ് എന്ന് വല്ലതും പറഞ്ഞോ കർത്താവ്? ഇന്നാണെങ്കിൽ പറയുന്നതായിരിക്കും, നീ ഒരു ടാക്സ് കളക്ടറാണെങ്കിൽ നിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കുന്നവനായ ദൈവം. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിനെ സക്കായി അനുഗമിച്ചപ്പോൾ അവൻ കൂടുതൽ ദരിദ്രനായി തീരുകയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, അതായത് സക്കായി പറഞ്ഞു, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. നോക്ക്, ഇത് പ്രായോഗിക തലത്തിലായപ്പോൾ, അതിനു മുമ്പേ തന്നെ കർത്താവ് സക്കായിയെ സ്നേഹിച്ചു, അവൻ്റെ ഭവനത്തിൽ വന്നു, അവനുമായി സഹവസിക്കുന്നു, എല്ലാം ശരിയാണ്. എന്നാൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ പ്രയോഗത്തിൽ വന്നപ്പോൾ കർത്താവ് പറയാണ്, യെസ്, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയായി. എന്താ അബ്രഹാമിൻ്റെ സന്തതിയായെന്ന് പറയാൻ കാര്യം? ഇവൻ നേരത്തെ തന്നെ യഹൂദനല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിൻ്റെ സന്തതി എന്ന യേശു ഇവിടെ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. അല്ലെങ്കിലും അവൻ ആരാണ്? അബ്രഹാമിൻ്റെ സന്തതി. എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതി, യഹൂദന്മാരല്ലേ അബ്രഹാമിൻ്റെ സന്തതികളല്ലേ? അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പിന്തുടർച്ചയല്ല ഇവിടെ കർത്താവ് പറയുന്നത്. അബ്രഹാം ആരായിരുന്നോ ആ അബ്രഹാമിൻ്റെ പ്രത്യേകതകൾ ഇവൻ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവൻ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത്. അതായത് ജനറ്റിക്കലായിട്ട് അവൻ നേരത്തെ തന്നെ അബ്രഹാമിൻ്റെ സന്തതിയാണ്. പക്ഷേ ഇവിടെ ജനറ്റിക്കലായിട്ടുള്ള ഒരു റിലേഷൻ അല്ല പറയുന്നത്. പ്രത്യുത അബ്രഹാമിൻ്റെ പ്രത്യേകത എന്താ? അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമാകേണ്ടതിന്, ഇംഗ്ലീഷിൽ അങ്ങനെ, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആൻഡ് ഇൻ യു ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അബ്രഹാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ സക്കായിയും എന്തായി തീരുകയാണ്? മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവുകയാണ്. അതുകൊണ്ട് പറയാണ്, യെസ്, നീ ഇപ്പം അബ്രഹാമിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. ഇനി അതേപോലെ മറ്റൊരു സന്ദർഭം കൂടി അബ്രഹാമിൻ്റെ ചരിത്രത്തിലെ നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ 14-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? അവിടെ ഒരു യുദ്ധം നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സോദോം രാജാവ് എൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. സോദോം രാജാവ് എൻ്റെ അടുത്ത് ചെന്ന് സോദോം രാജാവിൻ്റെ ജനങ്ങളെ എല്ലാം വിടുവിച്ചത് അബ്രഹാമിൻ്റെ സൈന്യമാണ്. അപ്പോൾ സോദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. വലിയ സമ്പത്ത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5 രാജാക്കന്മാരുടെ സമ്പത്തെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുന്നത്. ഇത് മുഴുവൻ ഈ 5 രാജാക്കന്മാരുടെ സമ്പത്ത് മൊത്തം നീ എടുത്തോളാൻ ആര് പറഞ്ഞു? സോദോം രാജാവ് പറഞ്ഞു. പക്ഷേ അബ്രഹാമിൻ്റെ മനസ്സിൽ പൈസയും ഇല്ല, സമ്പത്തും ഇല്ല, പൊന്നും ഇല്ല, വെള്ളിയില്ല. അവനെന്താ പറയുന്നറിയാമോ? അവൻ പറയും, അതിന് അബ്രഹാം സോദോം രാജാവിനോട്, ഞാൻ അബ്രഹാമിനെ സമരനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകൂ. ഇതാണ് അബ്രഹാമിൻ്റെ പ്രത്യേകത. അബ്രഹാം ധനമോഹിയായിരുന്നില്ല. കാരണം അബ്രഹാമിന് ഉയരത്തിലുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനുള്ളതൊക്കെ നഷ്ടപ്പെടാൻ പോലും മടിയില്ലാത്തവനായിരുന്നു. അപ്പോഴാണ് അവൻ അബ്രഹാമിൻ്റെ സന്തതിയാകുന്നത്. സോദോം രാജാവിൻ്റെ ഒരു ചെരിപ്പുവാറ് പോലും തനിക്ക് വേണ്ട
എന്ന് പറഞ്ഞ് മോഹമില്ലാത്ത, ഭൗമിക മോഹങ്ങളില്ലാത്തവനായ അബ്രഹാം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ആ അബ്രഹാമിൻ്റെ സന്തതിയാണ്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇന്നങ്ങ് മോഹം കൂടിക്കൂടി വരിക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വേണമെന്നാ, ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങളും വേണമെന്നാ പലരുടെയും മോഹം. അങ്ങനെ പഠിപ്പിക്കുന്നതും ഇല്ലേ? ഒരു രീതിയിലും ആ ഭൗമിക മോഹങ്ങളിൽ നിന്നൊരു വിടുതൽ നമുക്കുണ്ടാകുന്നില്ല. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ദുർമോഹങ്ങളിൽ നിന്നൊരു വിടുതലുണ്ടാകും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ സക്കായി ചാരിറ്റി ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചാരിറ്റി കൊണ്ടല്ല, പ്രത്യുത ചാരിറ്റി കൊണ്ട് മാത്രം കാര്യമില്ല. രക്ഷ വരണം, രക്ഷ, സാൽവേഷൻ. ചാരിറ്റി നല്ല കാര്യമാണ്. എന്നാൽ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുമ്പോഴാണ് സാൽവേഷൻ നടക്കുന്നത്. സാൽവേഷൻ ഉണ്ടാകണം. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, അവൻ കുറച്ച് പൈസ എല്ലാവർക്കും കൊടുത്തതല്ല. യേശുവിനെ സന്തോഷത്തോടുകൂടെ അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ അവൻ കൈക്കൊണ്ടു. പ്രിയമുള്ളവർ, എൻ്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ചാരിറ്റിയൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി വാഴിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷ സമ്പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയായിരുന്നു. ഈ സക്കായി പറഞ്ഞു, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഇവൻ ചീഫ് ടാക്സ് കളക്ടർ അല്ലേ, അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് മടക്കി കൊടുക്കുന്നത്? ഏതാണെങ്കിലും ഒരാളോടൊന്നും അല്ലല്ലോ, 100 കണക്കിന് ആളുകളോട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചതിവായി വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആരോടൊക്കെ വാങ്ങിച്ചെന്നുള്ളത് പോലും ഇവൻ ഓർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവൻ ഇത് മടക്കി കൊടുത്തതെന്ന് ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയി. ഒരു ഭാവനയാണ്, പക്ഷേ അതേ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ഇവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ഈ ചതിവായി വാങ്ങിയവരെല്ലാം എങ്ങനെയാണ് പോയി കണ്ടുപിടിക്കുന്നത്? അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അവൻ പിറ്റേ ദിവസം ചന്തയിൽ ഒരു ബൂത്ത് ഇട്ട് കാണും. ആ ബൂത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കും, ഞാൻ ചുങ്കക്കാരൻ സക്കായി. എന്നിട്ട് ഞാൻ കഴിഞ്ഞ നാളുകൾ ഇവിടെ ചുങ്കം പിടിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ചീഫ് ടാക്സ് കളക്ടറാണ്, ഞാൻ ആരോടെങ്കിലും ചതിവായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഈ ബൂത്തിൽ വന്നാൽ നിങ്ങൾക്ക് 4 മടങ്ങ് ഞാൻ മടക്കി തരുന്നതായിരിക്കും. വലിയ നോട്ടീസൊക്കെ അടിച്ചിരിക്കുക, നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവർക്കും അറിയാമല്ലോ കാര്യം, ഇവരോടൊക്കെ ചതിവായി വാങ്ങിയതല്ലേ. എടാ, ഈ സക്കായിക്ക് എന്നാ പറ്റി? അവൻ എല്ലാവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളല്ലോ. ഇവൻ എന്തോ പറ്റി? ഇവൻ നേണ്ട് 4 മടങ്ങ് മടക്കി തരാമെന്ന്. അപ്പോൾ ഓരോരുത്തർ വരാൻ തുടങ്ങി. സക്കായി, എന്നോട് 1000 രൂപ പിടിച്ചു വാങ്ങിച്ചായിരുന്നു. ശരി, എന്നാ 4000. എന്നോട് 2000. ഓക്കെ, എന്നാ 8000. എന്നിട്ട് ചോദിച്ചു, സക്കായി അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് എന്നാ പറ്റി? ഉടനെ സക്കായി എന്ത് പറയും? അത് എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു, എൻ്റെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തി. ഞാൻ നിങ്ങളോടൊക്കെ ചതിവായി വാങ്ങി, അത് ഞാൻ ചെയ്യരുതായിരുന്നു, ഞാനൊരു പാപിയായിരുന്നു. എന്നാൽ യേശു എന്നെ രക്ഷിച്ചു. യേശു എന്നെ രക്ഷിച്ചെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇന്നെനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട്, ഞാൻ ആ യേശുവിനെ അനുഭവിക്കുന്നു. അവൻ സാക്ഷി പറയാൻ തുടങ്ങി. എൻ്റെ ചിന്ത, 100 കണക്കിന് ആളുകൾ ഈ സക്കായിയുടെ സാക്ഷ്യം മുഖേന യേശുവിനെ സ്വീകരിച്ച് കാണണം. ഇല്ലേ? നിങ്ങൾ തന്നെ പറ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് പ്രഥമ പടിയാണെങ്കിൽ, അടുത്തത് യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ആ രൂപാന്തരീകരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് അത് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം അത് സാക്ഷിക്കുകയും വേണം. യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയല്ല, യേശു നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളത് സാക്ഷ്യം പറയണം. അങ്ങനെ സാക്ഷിക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ കർത്താവിനെ സ്വീകരിക്കും നമുക്ക് കാണാൻ കഴിയും. ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മുമ്പിൽ പ്രസംഗങ്ങൾ വേണം, പക്ഷേ പ്രസംഗത്തെക്കാൾ ഉപരി സാക്ഷ്യം വേണം. സാക്ഷ്യമുള്ളവരാണ് പ്രസംഗിക്കേണ്ടത്. സക്കായിക്ക് പ്രസംഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചുങ്കക്കാരനായിട്ട്
അതേ ജീവിത രീതി പിന്തുടർന്ന് പിന്നെയും ചതിവായി വാങ്ങുകയായിരുന്നെങ്കിൽ ഇവന് പ്രസംഗിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. ഇവനെങ്ങനെയാണ് പ്രസംഗിക്കാൻ പറ്റിയത്? അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ കർത്താവിനെ അവൻ പ്രായോഗികമായി ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇതാ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. കർത്താവ് എല്ലാവരെയും കരുതുന്നവനാണ്. നോട്ട് ജസ്റ്റ് പീപ്പിൾ ഓഫ് ഹൈ എൻഡ്. ശപിക്കപ്പെട്ടവർ. യെരിഹോ പട്ടണത്തിൽ അവൻ ചെന്നത്, ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് അവൻ ചെന്നു. അവൻ ആരെയും ഒഴിവാക്കിയില്ല. മതം ചുങ്കക്കാരെന്നും പാപികളെന്നും വിളിച്ചവരെ യേശു ഒഴിവാക്കിയില്ല. അവർക്കൊക്കെ രക്ഷ ആവശ്യമുണ്ട്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു സന്ദേശമാണിത്. നമ്മൾ വലിയ വലിയ ആളുകളെ നോക്കി പോകേണ്ട കാര്യമില്ല. പ്രയാസം അനുഭവിക്കുന്നവർ, പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ചുങ്കക്കാർ, പാപികൾ, ശപിക്കപ്പെട്ടവർ, അവരിൽ ഒരാളെപ്പോലും ഒഴിവാക്കാതെ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ആ യേശുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ? കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഹല്ലേലൂയ. സക്കായിയുടെ ജീവിതത്തിൽ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ യേശു സക്കായിയെ കണ്ടു. അവനൊന്ന് കണ്ടേച്ച് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ യേശു പറയുന്നു, നോ, നീ കണ്ടേച്ച് പോകാനല്ല, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നമ്മുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കാം. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജീവിതം അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് നമ്മുടെ മാനസാന്തരം ഒന്ന് വരട്ടെ. ദാറ്റ്സ് വാട്ട് വി നീഡ്. സക്കായിക്ക് അവൻ്റെ സമ്പത്ത് കൂട്ടി വെക്കുകയല്ല, കൂട്ടി വരികയുമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവന് നഷ്ടങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിലും യേശുവിനെ യഥാർത്ഥത്തിൽ സ്വീകരിച്ചാൽ ലാഭക്കണക്കുകളായിരിക്കില്ല ഒരു പക്ഷേ നമുക്ക് പറയാനുള്ളത്, നഷ്ടങ്ങളായിരിക്കാം. സാരമില്ല, സന്തോഷം. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും അനുഭവിക്കുവാൻ കഴിയാതിരുന്ന സന്തോഷം നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു ആത്മീയ ശൂന്യതയുണ്ട്. ഇപ്പോൾ യേശു സക്കായിയുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ ശൂന്യത ഇല്ലാതായി. ആ ശൂന്യത പോയതോടെ അവിടെ സമാധാനമായി, അവൻ സന്തുഷ്ടനായി. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ശൂന്യത നമ്മൾ അറിയണം. സക്കായി അത് അറിഞ്ഞു. ആ ആത്മീയ ശൂന്യത അത് ഗോഡ് ഷേപ്ഡാണ്. അതിനെ നിറയ്ക്കാൻ പണമിട്ടോ പദവികളിട്ടോ സുഖങ്ങളിട്ടോ ഒന്നും പരിശ്രമിച്ചിട്ട് കാര്യമില്ല. അവിടെ യേശു കയറിയാൽ മാത്രമേ ആത്മീയ ശൂന്യത ഇല്ലാതെയാകുകയുള്ളൂ. അങ്ങനെ യേശുവിനെ അവൻ്റെ ആത്മീയ ശൂന്യതയിലേക്ക് കയറ്റിയിരുത്തിയ സക്കായി അവൻ സംതൃപ്തനായി. അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. അവൻ്റെ രൂപാന്തരം അവൻ വെളിപ്പെടുത്തി. അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി. ഇന്നും പ്രിയമുള്ളവരെ, നമ്മുടെ രൂപാന്തരം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകട്ടെ. കണ്ണുകൾ അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, സക്കായിയുടെ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതായ പാഠങ്ങൾ, കർത്താവേ, നിന്നെ ഒന്ന് കാണാനുള്ള മോഹമേ ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നീ ഞങ്ങളോടുകൂടെ പാർക്കുവാൻ ഇറങ്ങി വന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്തതികൾ എന്നുള്ള പേരിനെ ഞങ്ങൾ യോഗ്യരാക്കി തീർത്ത നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ രൂപാന്തരീകരണം, ഞങ്ങളുടെ മാനസാന്തരം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെ നീ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെയല്ല കർത്താവേ, അതിൻ്റെ സാക്ഷികളാകുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവ്, ഞങ്ങളിൽ വരുത്തിയ രൂപാന്തരം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഞങ്ങളുടെ സാക്ഷ്യം കാരണമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.